ആയത്തിനെ വ്യാഖ്യാനിച്ച് മഹാന്മാര് പറയുന്നുണ്ട്, തൗബയുടെ നേരം, തൗബയുടെ സമയം ഏതാണ്? നമ്മളെപ്പോഴും പറയാറുണ്ട് തൗബ എന്നത് തസ്വീഫ് പാടില്ലാത്തതാ, അത് നാളെ ചെയ്യാം, അല്ലെ അവസാനത്തെ പത്തിൽ 22-ാവിന് തൗബ ചെയ്യാം, അല്ലെങ്കിൽ ഇനി അടുത്ത കൊല്ലം ഹജ്ജിന് പോയി അവിടെ പോയി തൗബ ചെയ്യാം എന്ന് പറഞ്ഞ് തൗബയെ ഒരിക്കലും തസ്വീഫ് നീട്ടിവെക്കാൻ പാടില്ല. പിന്നെ എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ. മഹാന്മാര് പറഞ്ഞു ഖബലൽ മറളി വൽ മൗതി, രോഗങ്ങൾ വരുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ്. അല്ലേ, രോഗിയായി അപ്പൊ മനസ്സിലായി ഇനി ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂല, ഇനി കളി ഒന്നും നടക്കൂല. അല്ലേ, രോഗം വന്നു, കിടപ്പിലായി, ക്യാൻസറാണ്, കിഡ്നി പോയി, അല്ലെങ്കിൽ മാരകമായ രോഗം വന്നു, പറ്റക്കിടപ്പിലായി, മനസ്സിലായി ഇനി എഴുന്നേൽക്കൂല എന്ന് മനസ്സിലായി. അപ്പോൾ എന്നാ പിന്നെ തൗബ ചെയ്യാം, ഇനി തൗബ ചെയ്യാം. അല്ല, നിനക്ക് രോഗങ്ങൾ ചെറുതോ വലുതോ ആയ രോഗങ്ങൾ വരുന്നതിന് മുമ്പ്, മരണത്തിന്റെ അടയാളങ്ങൾ വരുന്നതിന് മുമ്പ്, അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മരണത്തിന്റെ അടയാളം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നിനക്ക് നര ബാധിച്ചാൽ, തലയിലെ ശരീരത്തിലെ രോമങ്ങൾ നരക്കാൻ തുടങ്ങിയാൽ നീ മനസ്സിലാക്കണം നീ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്, സമയം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്, ഇനി കൂടുതൽ കാലം ദുനിയാവിലില്ല. അതിനൊക്കെ മുമ്പാണ് തൗബ ചെയ്യേണ്ടത്. ആ തൗബക്കാണ് ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ പ്രതിഫലം. ഫീഹി ഇശാറത്തുൻ ഇലാ അന്ന അഫ്ളല ഔഖാത്തി തൗബ, തൗബ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറഞ്ഞാൽ വഅൻ യുബാദിറൽ ഇൻസാനു ബിത്തൗബ ഫീ സിഹ്ഹത്തിൻ ഖബല നുസൂലിൽ മറളി ബി ഹത്താ യതമക്കന ഹീനഇദി മിനൽ അമലി സ്വാലിഹ്. നല്ല ആരോഗ്യമുള്ള സമയത്ത് തൗബ ചെയ്യാം. രോഗങ്ങളോ മരണത്തിന്റെ അടയാളങ്ങളോ ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്യുക. നല്ല ആരോഗ്യവും നല്ല ചെറുപ്പവും ഒക്കെ ഉള്ള സമയത്ത് തന്നെ തൗബ ചെയ്യുക. അതാണ് ഏറ്റവും അഫ്ളലായ തൗബ എന്ന്. എന്തിനു വേണ്ടി നോക്കണം. എന്തിനു വേണ്ടി? ഹീന യതമക്കനു ഹീനഇദി മിനൽ അമലി സ്വാലിഹ്. തൗബ ചെയ്തിട്ട് ഉടനെ മരിക്കലാവരുത്. അല്ലേ, അവസാനം തൗബ ചെയ്യാം, എല്ലാം കഴിഞ്ഞ്. എന്നാ അതിന് അവസരമില്ലേ? റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ തൗബക്ക് അവസരമുണ്ട് എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനെ അപ്പണ് തൗബ ചെയ്താൽ മതിയല്ലോ, അല്ലേ, അതുവരെ ചാൻസ് ഉണ്ടല്ലോ. പക്ഷേ അത് പോരാ. തൗബ എന്ന് പറഞ്ഞാൽ തൗബ കഴിഞ്ഞാൽ പിന്നെയും അമലുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. കാരണം ഇക്കാരണത്താലാണ് വലിദാലിക ഖറനല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറഞ്ഞു അത്തൗബത ബിൽ അമലി സ്വാലിഹി, തൗബയെ അമലു സ്വാലിഹാത്തിനോട് ചേർത്തി പറഞ്ഞു. ഫീ മവാദിൻ കസീറ ഫിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ, ധാരാളം ആയത്തുകളിൽ തൗബ കഴിഞ്ഞ ഉടനെ പിന്നെ അമലു സ്വാലിഹാത്ത് പറയും. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമകളെ പരിചയപ്പെടുത്തി സൂറത്തുൽ ഫുർഖാൻ അവിടെ പറഞ്ഞു, അവരാനാണ് വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ശിർക്ക് ചെയ്യാ, പിന്നെ കൊലപാതകം നടത്തുക, വ്യഭിചാരം നടത്തുക, ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്നവർ, അത് ചെയ്യുന്നവരാണെങ്കിൽ യുനാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ, ഏറ്റവും നിന്ദ്യമായ നരകശിക്ഷയിൽ കാലാകാലം അല്ലാഹു അവരെ ശിക്ഷിക്കും. എന്നിട്ട് പറഞ്ഞു ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആരൊഴികെ ഈ തെറ്റുകൾ ചെയ്ത് ഇല്ലാമൻ താബ, തൗബ ചെയ്തവരൊഴികെ, വ ആമന, അവര് നല്ല ഈമാൻ ഉണ്ടായി, വ അമില അമലൻ സ്വാലിഹ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു, അങ്ങനത്തെ ആളുകൾ ഒഴികെ, അങ്ങനെ ചെയ്താൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ചെയ്തു പോയ തെറ്റുകൾ തിന്മകൾക്ക് പകരം അവർ ചെയ്ത ഹസനാത്തിന് അല്ലാഹു പകരമാക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ.
വകാന അല്ലാഹു ഗഫൂറർ റഹീമ. പിന്നെ അടുത്ത ആയത്ത് അവിടെയും പറയുന്നു വമൻ താബ വഅമില സാലിഹാ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ. വമൻ താബ വഅമില സാലിഹാ, ആരെങ്കിലും തൗബ ചെയ്തു, സൽക്കർമ്മം ചെയ്തു, ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ, അവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തവനാ. നോക്കണേ. അപ്പൊ ഇവിടെ പറഞ്ഞത് തൗബ ചെയ്ത് പിന്നെ അമലു സ്വാലിഹാത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. അപ്പൊ തൗബ ഏറ്റവും അവസാനത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നസുഹായ തൗബ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അല്ലേ? ചിന്തിക്കണം, ആലോചിക്കണം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ അവരാരാണ്? താഴ്മയുള്ളവരാണ്, എളിമയുള്ളവരാണ്. അവരുടെ നടത്തത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും. വിവരമില്ലാത്തവർ എന്തിനെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവര് ഖാലൂ സലാമ, അവര് സലാം പറഞ്ഞു പോകും. പിന്നെയോ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, രാത്രികളിൽ ഇബാദത്തുകൾ, നിസ്കാരങ്ങൾ, സുജൂദുകൾ, തഹജ്ജുദുകൾ അതൊക്കെ വർദ്ധിപ്പിക്കുന്നവരാണ്. അവര് നരകത്തെ പേടിച്ച് ദുആ ചെയ്യുന്നവരാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അവര് സാമ്പത്തിക കാര്യങ്ങളിൽ അതിന്റെ ചിട്ടയും നിയമങ്ങളും മിതത്വവും പാലിക്കുന്നവരാണ്. പിശുക്കത്തരം കാണിക്കുന്നവരല്ല, അമിതമായ ധൂർത്ത് കാണിക്കുന്നവരുമല്ല. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനെ കൂടാതെ മറ്റു ഇലാഹുകളെ അവര് ആരാധിക്കുന്നവരല്ല. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. ഖുർആനിൽ ലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റുള്ളവരെ, ഇത് ചില ആളുകൾ ഇതിന് അർത്ഥം വെക്കും, ലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന്. എന്നിട്ട് നമ്മള് മുഹ്യിദ്ദീൻ ശൈഖേ, മമ്പർത്ത തങ്ങളെ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ശിർക്ക്, അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകളെക്കാൾ വലിയ മുശ്രിക്കുകൾ നിങ്ങളായത് എന്നാണ്. ലാ തദ്ഉ മഅല്ലാഹി അഹദാ, ലാ തദ്ഉ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ശ്രദ്ധിക്കണേ, അങ്ങനെയല്ല അർത്ഥം. ലാ തദ്ഉ നിങ്ങൾ ഇവർ പറയുന്ന അർത്ഥം, ലാ തദ്ഉ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് മഅല്ലാഹി, അള്ളാന്റെ കൂടെ അഹദ ഒരാളെയും. അപ്പൊ പിന്നെ പാപ്പാന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഉമ്മ ഡോക്ടറെ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലേ? നമ്മുടെ ഒരു ആവശ്യത്തിന് ആരും വിളിക്കാൻ പറ്റൂല എന്നാ. പിന്നെ ലാ തദ്ഉ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ആര് പറഞ്ഞു അങ്ങനെ അർത്ഥം? ലാ തദ്ഉ, ദഅ യദ്ഉ എന്ന് പറഞ്ഞാൽ ലാ തദ്ഉ വിളിക്കരുത് എന്നർത്ഥം പറയാം. വിളിക്കരുത്. ലാ തദ്ഉ പ്രാർത്ഥിക്കരുത് എന്നർത്ഥം പറയാം. ലാ തദ്ഉ ക്ഷണിക്കരുത് എന്നർത്ഥം പറയാം. ദഅവത്ത്, ദഅ എന്ന് പറഞ്ഞാല് ദഅവത്ത്, ലാ തദ്ഉ പ്രബോധനം ചെയ്യരുത് എന്ന് പറയാം. മനസ്സിലായില്ല? അങ്ങനൊക്കെ അർത്ഥം പറയാം. വിളിക്കുക എന്നുള്ളതിനും ദഅ യദ്ഉ എന്ന് പറയും, പ്രാർത്ഥിക്കുക എന്നുള്ളതിനും പറയും, ക്ഷണിക്കുക എന്നുള്ളതിനും പറയും. അല്ലേ? മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഹക്കാണ് ദഅവത്ത്, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നത്. അപ്പോൾ പിന്നെ എന്തിനാ രണ്ടും കൂടെ കൂട്ടിയത്? വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഒരു കാര്യത്തിന് ഒരർത്ഥം പറഞ്ഞ പോലെ. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ്. കുത്തി എന്നും പറയാം, ഇട്ടു എന്ന് പറയാം, നല്ലൊരു ഉന്തു കൊടുത്തു, അതിനൊക്കെ പറയാം ലറബാന്ന്. വെട്ടി എന്നും പറയാം, വാളുകൊണ്ട് വെട്ടി എന്നുള്ളതിനോ ലറബാന്ന് പറയാം. ഒന്നിന് പല അർത്ഥം ഉണ്ടാവും. അത് ആ ഓരോ ആവശ്യത്തിന് അതിന് ഉപയോഗിക്കുക. അപ്പൊ ഒരാളെ അടിച്ചു എന്നുള്ള ലറബാന്ന് പറയും. ഇവിടെ ലറബാന്നാണ് അടിച്ചുന്ന്, ഓന് ലർബ് ഉത്തരേ. അപ്പൊ വെട്ടി, കുത്തി, അടിച്ചു ഒക്കെ പറയാ. എന്താണ് ഉണ്ടായത് അതിന് ഉപയോഗിക്കുക. വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇതിനെ രണ്ടെണ്ണം കൂട്ടിയത്.
എന്നാ ഒക്കെ കൂടെ കൂട്ടിക്കൂടെ? ലാത്തതോ നിങ്ങൾ ക്ഷണിച്ച് പ്രബോധനം ചെയ്ത് വിളിച്ച് പ്രാർത്ഥിക്കരുത്, അങ്ങനെ പറഞ്ഞൂടെ? ഇതൊക്കെ പറയണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് 2 കൂട്ടണം എന്തിനാ? 4 കൂട്ടിക്കൂടെ? ഞാൻ 5 കൂട്ടിക്കൂടെ? ലാത്തതോ നിങ്ങൾ ക്ഷണിച്ച് പ്രബോധനങ്ങളൊക്കെ നടത്തി വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഇങ്ങനെ അർത്ഥം വന്ന. എന്തിനാണ് ഇങ്ങനെ ഇടങ്ങറാവണത്? ഏതെങ്കിലും ഒരർത്ഥം വന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഒന്നുകിൽ അള്ളാഹുവിനോട് കൂടെ മറ്റൊരാളെയും വിളിക്കരുത് എന്നറിയാം, അള്ളാഹുവിനോട് കൂടെ മറ്റൊരാളോടും പ്രാർത്ഥിക്കരുത് എന്ന് പറയാം, അള്ളാഹുവിനോട് കൂടെ മറ്റൊരാളെയും ക്ഷണിക്കരുത് എന്ന് പറയാം, അള്ളാഹുവിനോട് കൂടെ മറ്റൊരാളെയും ദഅവത്ത് ചെയ്യരുത് എന്ന് പറയാം, പ്രബോധനം നടത്തരുത്. വാക്കർത്ഥം പറയണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. എന്നാൽ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ലാ തദ്ഉ എന്നതിന്റെ അർത്ഥം ഇതൊന്നും അല്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ ഒരാളെയും ആരാധിക്കരുത് എന്നാണ്. അദ്ദുആ ഹുവൽ ഇബാദ. ഇബാദത്ത്, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഖുർആൻ മുഫസ്സിരിങ്ങൾ പറഞ്ഞത് നോക്ക്. മലയാളത്തിൽ അർത്ഥമല്ലല്ലോ ഖുർആനിന്റെ അർത്ഥമായി, കേവലം ഭാഷാർത്ഥമല്ലല്ലോ പറയേണ്ടത്. അതിന്റെ തെളിവാണ് ഇവിടെ പറഞ്ഞല്ലോ, ലാ തദഉ വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. മറ്റുള്ള ഇലാഹുകളെ അല്ലാഹുവിനോടുകൂടെ മറ്റുള്ള ഇലാഹുകളെ ഇബാദത്ത് ചെയ്യുന്നവരല്ല, അവർ ശിർക്ക് ചെയ്യുന്നവരല്ല. മറ്റുള്ള ഇലാഹുകളെ, മറ്റുള്ള ദൈവങ്ങളെ, മറ്റുള്ള ബിംബങ്ങളെ, അവയെ ഇബാദത്ത് ചെയ്തിരുന്നത്, അവയോട് പ്രാർത്ഥനാദി കർമ്മങ്ങളും അവരോട് മറ്റുള്ള ആരാധനാ കർമ്മങ്ങളും നടത്തിയിരുന്ന മക്ക മുശ്രിക്കീങ്ങളോടാണ്. അതേപോലെ ശിർക്ക് ചെയ്യുന്നവരോടാണ് ഈ വർത്താനം. ആ വർത്താനം പിന്നെ മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിച്ചുപോയവർ, എത്രയോ ഇബാദത്ത് ചെയ്തവർ, വുളൂഓടെ മരിച്ചുപോയവർ, അവര് ഒരുപാട് സൽക്കർമ്മങ്ങള്, അവര് മുഹിയുദ്ദീൻ ശൈഖിന്റെ ആളുകളായി എന്നതിന്റെ പേരിൽ, അവര് മമ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ ആളുകളായി എന്നതിന്റെ പേരിൽ, അവര് മൗലിദ് ഓതി എന്നതിന്റെ പേരിൽ, അങ്ങനെയുള്ളവരെ മുഴുവനും ശിർക്കിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. ഈ മമ്പുറത്ത് തങ്ങളിൽ നിന്ന് വിളിച്ചവരും, കുത്തുബിയത്ത് നടത്തിയവരും, മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിച്ചവരും, ബദരീങ്ങളെന്ന് വിളിച്ചവരും, ഇനി നാളെ മറ്റന്നാൾ ബദരീങ്ങൾ ആണ്ട് നടത്തുന്നവരും, കഴിഞ്ഞ കാലങ്ങളൊക്കെ നടത്തിയവരും, അവരൊക്കെ ധാരാളം ആളുകൾ, ആലിമീങ്ങളും സാധാരണക്കാരും ഉമറാക്കളും ആജയമാരും, അങ്ങനെ മൗലൂദും കുത്തുബിയത്തൊക്കെ നടത്തിയ ആളുകൾ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചവര് എത്രയോ പറയാൻ, എത്രയോ ഉദാഹരണങ്ങൾ. ഒതോടുകൂടെ മരിച്ചവര്, പുഞ്ചിരിച്ച് മരിച്ചവര്, സ്വർഗം കണ്ട് മരിച്ചവര്. എങ്ങനെ സ്വർഗം കണ്ടു നിങ്ങൾക്ക് ഉറപ്പായി? അവരാ സമയത്ത് പറഞ്ഞ വർത്താനങ്ങൾ അത് മഹാന്മാരായ മുൻഗാമികൾ കിതാബുകൾ പഠിപ്പിച്ചതുമാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മഹാന്മാരായ ആലിമീങ്ങളൊക്കെ ശിർക്കിന്റെ പട്ടികയിൽ കൊണ്ടുപോയി കയറ്റിയവരോ, അവര് പലരും മരിച്ചുപോയത് നമുക്കറിയാം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വെറുതെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ മുഅ്മിനീങ്ങളായ ആളുകൾ, അള്ളാഹുവിന്റെ അടിമകൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടവർ, ഈമാനുള്ളവർ, ഈമാനോടുകൂടെ യഖീനോടുകൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ, എത്രയോ ഇബാദത്ത് ചെയ്യുന്നവർ, അവർക്കെതിരെ കുതിര കയറരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. ശരി, അത് വിട്ടു. പറഞ്ഞു വന്ന വിഷയം തൗബയാണ്. ഖുർആനിൽ നോക്കണേ, ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗബ ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു എന്ത്? അമലു സാലിഹാത്ത് ചെയ്യാം. എങ്ങനെ? ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ. തൗബ ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ അമലു സ്വാലിഹാത്തിനെ ചേർത്തി പറഞ്ഞു. വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ തൗബ ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അമലു സ്വാലിഹാത്ത് ചെയ്യുന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ആരോഗ്യമുള്ള ആളുകളാണ് തൗബ ചെയ്യേണ്ടത്. അതിനാണ് കൂടുതൽ ഫലം. കാരണം അവർക്ക് പിന്നെയും അമലു സ്വാലിഹാത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കണം. ഇന്ന തൗബത മുലാസമത്തുൻ ലിൽ അബ്ദി.
തൗബ എന്ന് പറഞ്ഞാൽ അനിവാര്യമായതാണ്. തൗബ എന്ന് പറഞ്ഞാൽ അനിവാര്യമായതാണ്. ഫീ ശബാബിഹി, യുവത്വത്തില്, വഫീ കിബരിഹി, അവൻ വയസ്സാകുന്ന സമയത്ത്, വഫീ റഖാഇഹി, അവന് സമ്പത്തും സൗകര്യങ്ങളും ഐശ്വര്യവും ഒക്കെ ഉള്ള സമയത്ത്, വശിദ്ദത്തെ, കഷ്ടപ്പാടും പട്ടിണിയും ബുദ്ധിമുട്ടുള്ള സമയത്ത്, അവന് രോഗമുള്ള സമയത്ത്, അവന് ആരോഗ്യമുള്ള സമയത്ത്, എല്ലാ സമയത്തും തൗബ എന്ന് പറഞ്ഞ് എപ്പോഴും വേണം. ഏറ്റവും ശ്രേഷ്ഠമായ തൗബ രോഗങ്ങളൊന്നുമില്ല, മരണത്തിന്റെ അടയാളങ്ങളൊന്നുമില്ല, നല്ല ആരോഗ്യവും ചെറുപ്പമൊക്കെ ഉള്ള സമയത്തുള്ള തൗബയാണ് ഏറ്റവും ശ്രേഷ്ഠമായ തൗബ. പിന്നെ തൗബ ചെയ്യണം. യുവാക്കൾ തൗബ ചെയ്യണം, വയസ്സന്മാര് തൗബ ചെയ്യണം, ആരോഗ്യമുള്ളവർ തൗബ ചെയ്യണം, രോഗമുള്ളവർ തൗബ ചെയ്യണം, സമ്പത്തുള്ളവർ തൗബ ചെയ്യണം, ശുദ്ധത്തുള്ളവർ തൗബ ചെയ്യണം. എല്ലാവരും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മഹാനവറുകൾ പറഞ്ഞു, മൻസിലു തൗബ, തൗബയുടെ അവസരം എന്ന് പറഞ്ഞാൽ അവ്വലുൽ മനാസിലി വ ഔസതുഹാ വ ആഖിറുഹാ, അത് തുടക്കം, നടുവിലും ഒടുക്കം എപ്പോഴുമാണ്. തൗബ എപ്പോഴാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ വേണം, പിന്നെ നടുവിലും വേണം, അവസാനവും വേണം, എപ്പോഴും വേണം. അള്ളാന്റെ മാർഗത്തിൽ പ്രവേശിച്ച അടിമ ഒരിക്കലും തൗബയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. മരിക്കുന്നതുവരെ അവൻ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, തൗബ ചെയ്യാത്തവർ ളാലിമീങ്ങളാണ്, അക്രമികളാണ്. എങ്ങനെ ഫമല്ലം യതുബ്, ഒരാള് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഫഉലൈക, അവൻ ഹുമുൽ ളാലിമൂൻ, ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്. തൗബ ചെയ്യാത്തവർ ളാലിമീങ്ങളാണ്. വമല്ലം യതുബ്, ഒരു വിഭാഗം ആളുകൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഫഉലൈക, അവര് ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ്, ളാലിമീങ്ങളാണ്. എങ്ങനെ? തൗബ ചെയ്യാത്തവർ ളാലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റഹിമഹുല്ലാ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, മല്ലം യതുബ് കുല്ല സബാഹിൻ വ മസായിൻ ഫഹുവ മിനൽ ളാലിമീൻ, എപ്പോഴെങ്കിലും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ളാലിമീങ്ങളിൽ പെടുന്നല്ല. എങ്ങനെ? തൗബ ചെയ്യാത്തവർ ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്, അക്രമികളിൽപ്പെട്ടവനാണ്. അപ്പൊ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തൗബ ചെയ്താൽ രക്ഷപ്പെടുക. തൗബ ചെയ്യാത്തവൻ ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്. ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ തൗബ ചെയ്തിട്ടുണ്ടല്ലോ, കഴിഞ്ഞല്ലോ, അതിനുമ്പത്തെ റമളാനിനും ഒക്കെ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ ഈ അക്രമികൾ പെടൂല, ചിന്തിക്കാൻ പറ്റോ? ഇമാം മുജാഹിദ് റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നത്, വമൻ ലം യതുബ് കുല്ല സബാഹിൻ, എല്ലാ ദിവസവും രാവിലെയും, വ മസായിൻ, എല്ലാ ദിവസവും വൈകുന്നേരവും ഒരാൾ തൗബ ചെയ്യുന്നില്ലെങ്കിൽ ഫഹുവ മിനൽ ളാലിമീൻ, അവൻ ഖുർആൻ പറഞ്ഞ ഈ ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്. നഊദു ബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം എന്തുകൊണ്ട് നമ്മൾ തൗബ ഇല്ലാതെ അങ്ങ് മരിച്ചു പോയാൽ എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റൂലല്ലോ, അല്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ തൗബ എപ്പോഴാ വേണ്ടത്? എപ്പോഴും വേണം. ഒരു വട്ടം തൗബ ചെയ്യല്ല, രണ്ടു വട്ടം തൗബ ചെയ്യല്ല, ഏറ്റവും ചുരുങ്ങിയത് രാവിലെ ഒരു തൗബ, വൈകുന്നേരം ഒരു തൗബ, രണ്ടു നേരമെങ്കിലും തൗബ ചെയ്യണം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവരുടെ കാഴ്ചപ്പാട്, അഭിപ്രായം. യാ നഫ്സി തൂബി ഫഇന്നൽ മൗത ഖദ് ഹാന വഅസിൽ ഹവാ ഫൽ ഹവാ മാ സാല ഫത്താനാ മാ തറൈനൽ മനാ യാ കൈഫ തൽഖതുനാ ലഖതൻ വതൽഹഖ ഉഖറാനം ബിഔലാന في كل يوم لنا ميت نشيعه نرى بمصرعه آثار موتانا يا نفسي ये नफ्स शरीर में तौबे നീ തൗബ ചെയ്യണം കേട്ടോ. യാ നഫ്സി തൗബി, തൗബ ചെയ്യണം, നീ തൗബ ചെയ്യണം. കാരണം ഫഇന്നൽ മൗത ഖദ് ഹാന, മരണത്തിന്റെ സമയമായിരിക്കുന്നു. എപ്പോഴാ മരിക്കുക? എപ്പോഴും ആവാം. ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ, അല്ലേ? ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ എന്തൊരു സാധനം അതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി. ഒരു ബേക്കറിയിൽ നിന്ന് ഒരു തിന്നാനുള്ള ഒരു സാധനം, ഒരു ബന്നു വാങ്ങിയാലും ഓമ ഉണ്ടാവും, ഒരു 3 ദിവസം 2 ദിവസമൊക്കെ ഡേറ്റ് ഉണ്ടാവും. 3 ദിവസം കഴിഞ്ഞാൽ എക്സ്പയർ ആവുള്ളൂ.
അല്ലേ? നമ്മള് CFL ബൾബ് വാങ്ങാൻ കടയിൽ ചെന്നാൽ എഴുതിത്തരും ഇന്നത്തെ ഡേറ്റ്, ഇന്നത്തെ തീയതി 20-ാം തീയതി, 20/6/16, അടുത്ത കൊല്ലം 20-ാം തീയതി വരെ അതിന് ആവശ്യമുണ്ട്. അഥവാ അടിച്ചു പോയാൽ മാറ്റിത്തരും. ഏതൊരു കാര്യത്തിനും നമ്മൾ പറയും എത്ര കൊല്ലം നിൽക്കും, 10 കൊല്ലം നിൽക്കുന്നാണ് കമ്പനി വരണത്. പക്ഷെ നാളെ ഒരാൾ കൊണ്ടുപോയിട്ട് 20 കൊല്ലം നിൽക്കണമെന്നും പറയും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു സെക്കൻഡ് ഗ്യാരണ്ടി പറയാൻ കഴിയാത്തത്. ഒരു സെക്കൻഡ്. ഭക്ഷണ സാധനം, ചീഞ്ഞളിഞ്ഞു പോകുന്ന ഭക്ഷണ സാധനമാണെങ്കിൽ പോലും അതിന് മണിക്കൂറുകളും അല്ലെങ്കിൽ ദിവസങ്ങളും അതിനും ഗ്യാരണ്ടി പറയും. ഒരു സെക്കൻഡ് ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത ഒരു ബോഡിയുമായിട്ടാണ് നമ്മളിങ്ങനെ അഹങ്കാരത്തോടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മരണം അടുത്ത സെക്കൻഡിലാണ്. അത് പ്രതീക്ഷിക്കണം മുഅ്മിൻ അത് എപ്പോഴും പ്രതീക്ഷിക്കണം. അല്ലേ? മുഅ്മിനെ നീ തൗബ ചെയ്തോ, ഫഇന്നൽ മൗത ഖദ് ഹാന വഅസിൽ ഹവാ, നിന്റെ ദേഹേച്ഛക്ക് നീ വഴിപ്പെടണ്ട. കാരണം ഫൽ ഹവാ, ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ മാസാല ഫത്താന, വലിയ ഫിത്നക്കാരന, നിന്നെ നരകത്തെ കൊണ്ട് ചാടിക്കും. നീ നിന്റെ ഇഷ്ടത്തിന്, നിന്റെ ദേഹേച്ഛക്ക്, നിന്റെ തടിയുടെ ആഗ്രഹത്തിന് വഴിപ്പെടുമ്പോൾ നീ സൂക്ഷിക്കണം. കാരണം ഏറ്റവും വലിയ ഫിത്നക്കാരനാണ് നിന്റെ ദേഹേച്ഛ. നിന്റെ താല്പര്യങ്ങൾ, നിന്റെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ, അത് നിന്നെ അപകടത്തിൽ കൊണ്ടു ചാടിക്കും. വലിയ ഫിത്നക്കാരനാ, നീ സൂക്ഷിച്ചോ, ദേഹേച്ഛക്ക് വഴിപ്പെടണ്ട. അമാ തറൈനൽ മനാ യാ കൈഫ തൽഖതുനാ ലഖതൻ വതൽഹഖു റാനാ ബിഔലാനാ, മരണത്തെ നീ കണ്ടിട്ടില്ലേ? ഓരോരുത്തരെ ആദ്യക്കാരെ അവസാനക്കാരെ ഓരോരുത്തരെ മരണം കൊണ്ടുപോകുന്നത് നീ കണ്ടില്ലേ? ഫീ കുല്ലി യൗമിൻ ലനാ മൈതുൻ നുശയ്യിഉ നാറാ ബിമസ്റഇഹി ആതാറു മൗതാന, എല്ലാ ദിവസവും നമുക്ക് ഓരോ മയ്യത്തില്ലേ? എല്ലാ ദിവസവും മയ്യത്തുകൾ, എല്ലാ ദിവസവും. മയ്യത്തില്ലാത്ത ദിവസം എവിടെയാണ്? ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു നാട്ടില്. മയ്യത്തില്ലാത്ത ദിവസങ്ങൾ എവിടെ? നോക്ക്, ചിന്തിക്കണം. മയ്യത്ത് കുളിപ്പിക്കൽ നടക്കാത്ത ദിവസങ്ങൾ ഏതാ? കഫംപുടയിൽ മയ്യത്തുകളെ ചുറ്റിവരിയാത്ത ദിവസങ്ങൾ ഏതാ? ഖബറിലേക്ക് ആളുകളെ ഇറക്കി വെക്കാത്ത ദിവസങ്ങൾ ഏതാ? ഖബർ വെട്ടാത്ത ദിവസങ്ങൾ ദുനിയാവിലുണ്ടോ? ദുനിയാവിൽ ഏതെങ്കിലും ഒരു ദിവസം ഖബർ കുഴിക്കാത്ത ദിവസങ്ങളുണ്ടോ? ഭൂമിയിൽ എവിടെയെങ്കിലും ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഖബറിന്റെ പണി നടക്കുന്നു. ഇപ്പോൾ മയ്യത്ത് കുളി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഫൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസവും എത്രയെത്ര മയ്യത്തുകൾ. അങ്ങനെ ഒരു ദിവസം നിനക്കും വരൂലേ? നീ ആലോചിക്കണ്ടേ? അവരുടെ അവസ്ഥ നീ ചിന്തിക്കാറുണ്ടോ? അവരുടെ യാത്ര നീ പരിശോധിക്കാറുണ്ടോ? ഒരു സെക്കൻഡ് അവർക്ക് കിട്ടിയോ? അവർക്ക് എന്തൊക്കെ പറയാനും ചെയ്യാനും മോഹമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. വസിയത്ത് ചെയ്യാൻ അള്ളാഹു അവർക്ക് അവസരം കൊടുത്തോ? തൗബ ചെയ്യാൻ അള്ളാഹു അവർക്ക് അവസരം കൊടുത്തോ? എനിക്ക് കടങ്ങളുണ്ട്, അത് ഇന്നയാൾക്കൊക്കെയാണെന്ന് പറയാൻ അള്ളാഹു അവസരം കൊടുത്തോ? എനിക്ക് ഇന്ന ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അള്ളാഹു അവസരം കൊടുത്തോ? നമ്മൾ പറയാറില്ലേ, ഓരോരുത്തരും മരിച്ചു പോകുമ്പോ പടച്ചോനെ എന്തൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നതാ മൂപ്പർക്ക്, എന്തൊക്കെ എന്നോട് പറഞ്ഞിരുന്നതാ അല്ലേ? എന്തൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നതാ? മക്കളെ കെട്ടിക്കുന്ന കാര്യം, മക്കളുടെ കല്യാണത്തിന്റെ കാര്യം, മക്കളുടെ വീട് പണിയുടെ കാര്യം, പേരക്കുട്ടികളുടെ കാര്യം, നല്ല ആഗ്രഹങ്ങള്. ഹജ്ജിന് പോകാനുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു മൂപ്പര് അടുത്ത കൊല്ലം. പക്ഷെ അള്ളാഹ് സാധിപ്പിച്ചില്ലല്ലോ. അതിനു മുമ്പ് മരിച്ചുപോയില്ലേ? നമുക്ക് ഒന്നിച്ച് ഉംറക്ക് പോകണമെന്ന് മൂപ്പര് പറഞ്ഞിരുന്നതാണ്, കഴിഞ്ഞില്ലല്ലോ അല്ലേ? നമ്മളിങ്ങനെ പറയും. കാരണം എല്ലാം അവസരം നഷ്ടപ്പെട്ടു. ഐനൽ മുലൂകു വ അബ്നാഉൽ മുലൂകി വമൻ കാനത് തഖിറു ലഹുൽ അദ്ഖാനു ഇദ്ആനാ. എവിടെ വലിയ വലിയ രാജാക്കന്മാരെവിടെ? വലിയ രാജാക്കന്മാരെവിടെ? വ അബ്നാഉൽ മുലൂക്, രാജകുമാരന്മാരെവിടെ? രാജാക്കന്മാരുടെ മക്കളെവിടെ? വമൻ കാനത് തഖിറു ലഹുൽ അദ്ഖാനു ഇദ്ആനാ. എവിടെ അവരൊക്കെ എവിടെ പോയി? അവരുടെ സൗകര്യങ്ങൾ എവിടെ പോയി? അവരുടെ കൊട്ടാരങ്ങൾ എവിടെ പോയി? അവരുടെ തോഴിമാർ, അവരുടെ കാമുകിമാർ, അവരുടെ വാഹനങ്ങൾ, അവരുടെ കുതിരകൾ, രഥങ്ങൾ, തേരുകൾ എവിടെ പോയി?
എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, എവിടെ പോയി? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുൽ ലതീ തത്തലിഉ അലൽ അഫ്ഇദ. വൈലുൻ, വലിയ നരകം, വലിയ ശിക്ഷ അവർക്ക്. കാരണം എന്താ? ലികുല്ലി ഹുമസത്തിൽ ലുമസ. അവര് എല്ലാരെയും കുത്തുവാക്ക് പറയുക, എല്ലാരും ഇങ്ങനെ കുറ്റം പറയുക. അവരെ പണി എന്താ? ഇങ്ങനെ കുറ്റം കുറവ് നോക്കി നടക്കുക, എല്ലാവരെ കുറ്റം പറയാ, അവരെങ്ങനെ കുറ്റം പറയാ, അവരെങ്ങനെ ഇടിച്ചു താഴ്ത്ത, അവരെങ്ങനെ വഷളാക്കുക, അവരെങ്ങനെ ആക്ഷേപിക്കുക. ഇതന്നെ പണി. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. പൈസ ഇങ്ങനെ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ എണ്ണ. പൈസ ഉണ്ടാക്കല്ല, പറഞ്ഞ വാക്കെന്താ? അല്ലദീ ജമഅ, പൈസ അധ്വാനിച്ചുണ്ടാക്കുക എന്നല്ല. അല്ലദീ ജമഅ, ഇങ്ങനെ വലിച്ചുകൂട്ട. അത് ഹറാമോ ഹലാലോ നോട്ടൊന്നുമില്ല. പൈസ ഇങ്ങനെ വലിച്ചുകൂട്ടി ഇങ്ങനെ കൂമ്പാനാക്കി വെക്കുക. എന്നിട്ടോ അതിങ്ങനെ അതിങ്ങനെ എണ്ണ. അല്ലേ? മനുഷ്യന്മാർക്ക് അങ്ങനെ സ്വഭാവമാണല്ലോ, അല്ലേ? അതിങ്ങനെ പൈസ ഇങ്ങനെ ഉണ്ട്, അറിയാം. അത് വീട്ടിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 ലക്ഷം റുപ്യ ഉണ്ട്, 1000ന്റെ നോട്ട് 200 ഉണ്ട്, നമുക്ക് ഉറപ്പാണ്. എന്നാലൊന്ന് പോയാൽ ഉറങ്ങണതിന് മുമ്പ് ഒന്നെടുത്തിട്ടൊന്നും ഇങ്ങനെ എണ്ണിട്ട് പിന്നെ അവിടെ വെക്കുക, റബ്ബറൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ കെട്ടി വെക്കുക. പിന്നെ ഇങ്ങനെ പോകുമ്പോ പിന്നെ പട്ടാമ്പിയിലെത്തിയപ്പോ ATM കാർഡ് ഒന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ കുത്തി പരിശോധിച്ചിട്ട് എത്രണ്ട് ബാലൻസ് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. പൈസ എടുക്കൊന്നുമില്ല, ചെലവാക്കൊന്നുമില്ല. അങ്ങനെ കുത്തുക, ബാലൻസ് നോക്കുക ATM-ൽ, എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. എന്നിട്ട് പിന്നെ പെരിന്തൽമണ്ണ അവിടെ എത്തിയപ്പോ ഒന്നും കൂടി കുത്തി നോക്കുക, ബാലൻസ് ഇങ്ങനെ നോക്കുക. അല്ലേ? ഇതിങ്ങനെ ഒരു രസം, ഒരു ഹരം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടല്ലോ എന്നിങ്ങനെ തോന്നുമ്പോ ഒരാശ്വാസം. എന്നിട്ടോ വിചാരിക്കാണ്. എന്ത് വിചാരിക്ക? അന്നമാലഹു, അവന്റെ സമ്പത്താണ്. യഹ്സബു അന്നമാലഹു അഖ്ലദ. പൈസ ഉണ്ടല്ലോ, എനിക്കെന്താ ഒന്നും പ്രശ്നമില്ല. അല്ലേ? പിന്നെ ഓനക്കൊരു രോഗം വന്ന് പെരിന്തൽമണ്ണ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നിന്ന് ചികിത്സ ഇല്ല. ശരി, എവിടെ കൊണ്ടുപോകണം ഡോക്ടറെ? നിങ്ങൾ എറണാകുളത്ത് കൊണ്ടുപോയിക്കോളി, ലേക്ക് ഷോറിൽ. അവിടെ കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഇല്ല, പറ്റൂല, ബോംബെ കൊണ്ടുപോയിക്കോളി. അപ്പൊ പറഞ്ഞു, ശരി, അവിടെയും കൊണ്ടുപോകാൻ റെഡിയാണ്. അവിടെയും കൊണ്ടുപോയി. അവർ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ നിങ്ങൾ ലണ്ടനിലേക്ക് പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങൾ റെഡിയാണ്. ലണ്ടനിൽ പോയി കരള് മാറ്റി, അല്ലെങ്കിൽ കിഡ്നി മാറ്റി, അല്ലെങ്കിൽ എന്താണോ മാറ്റേണ്ടതൊക്കെ മാറ്റി. അങ്ങനെ ചികിത്സ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഓൻ പറയാം, ഇതിപ്പോ എനിക്കായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല, വല്ല പാവങ്ങൾക്കും ആണെങ്കിൽ ഇപ്പൊ ഒറ്റങ്ങൾ എന്താ കാട്ടുക? അപ്പോഴും ഇവന്റെ ധാരണ എന്താണ്? എന്റെ പൈസ, ഞാൻ പൈസക്കാരനായതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ രോഗം കരളല്ല, കരളിന്റെ അപ്പുറമുള്ള കിടന്നാലും നമ്മൾ ലണ്ടനിൽ പോയി മാറ്റി വരൂലേ? കിഡ്നി അല്ല, ഹാർട്ടോ തലച്ചോറന്നെ പോയാലും അവിടെ സൗകര്യം ഉണ്ടാവും, അന്വേഷിച്ചിട്ടാ വന്നിട്ടുള്ളത്. ഇപ്പൊ എന്റെ കരള് മാറ്റി വന്നു, ഇനിയിപ്പോ തലച്ചോറിനെ കേടുവന്നാലും അവിടെ ലണ്ടനിലെ അപ്പുറത്തെ ആസ്പത്രിയിൽ സൗകര്യം ഉണ്ട്, അന്വേഷിച്ചാൽ പൈസ ഉണ്ടായിരുന്നു, നമുക്ക് പ്രശ്നമില്ലല്ലോ. അല്ലേ? ഇതൊക്കെ പാവങ്ങൾക്ക് വന്നാൽ എന്താ? എന്റെ ബേജാറ് പാവങ്ങൾക്ക് വന്നാൽ എന്താ കാട്ടാന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, പടച്ച റബ്ബ് കാക്കട്ടെ. പാവങ്ങൾക്ക് ചിലപ്പോ അന്നെ അടങ്ങറാക്കിയ പോലെ ആ പാവത്തിന് അല്ല അടങ്ങറാക്കൂലെന്ന് വിചാരിച്ചാൽ മതി. അനക്കങ്ങനെ തരും, ആ പാവത്തിന് അല്ല അങ്ങനെ കൊടുക്കൂല, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതിങ്ങനെ വിചാരം തന്നെ പാവങ്ങളുടെ കാര്യത്തില്. പാവങ്ങളെ പാവങ്ങളാക്കിയതും അള്ളയാണ്, അന്നെ പൈസക്കാരനാക്കിയതും അള്ളയാണ്. അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഇത് ഒരു കളിയാക്ക കുറ്റപ്പെടുത്തൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈസ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അള്ളാഹുവിലുള്ളൊരു ഈമാൻ ഉണ്ടാവണം. പൈസ അൽഹംദുലില്ലാ, പൈസ അള്ളാഹ് എന്നതാണ്. അതിൽ ശുക്റുണ്ടാവണം. രോഗം വന്നാലും അത് അള്ളാഹു, രോഗം മാറ്റിയാലും അള്ളാഹു. നിന്റെ പൈസന്റെ പൗറോ അല്ലെങ്കിൽ പിന്നെ ബോംബെയിലെ ലണ്ടനിലെ ഡോക്ടറുടെ പൗറോ അവിടുത്തെ മരുന്നിന്റെ പൗറോ ഒന്നുമല്ല. എന്നാ അതിനേക്കാൾ വലിയ ചികിത്സ നടത്തിയ ആളുകൾ അവരും മരിച്ചുപോയില്ലേ? ഇനി അതൊക്കെ മാറ്റി വന്നാലും കുറച്ചും കൂടി കാലം ഉണ്ടാവും, അത്രല്ലേ ഉള്ളൂ. പിന്നെ അള്ളാനെ മറന്നു. കാരണം നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടായി, നിന്റെ പൈസ കൊണ്ട് നിന്റെ പുതിയ കരള് കിട്ടി, നിനക്ക് വയസ്സ് 70 വയസ്സായി, നിനക്ക് കിട്ടിയ കരള് 25 വയസ്സായ ഒരാളുടെ കരളാണ്. അപ്പൊ അവർക്ക് കിബറൊന്നും കൂടെ കൂടി.
എന്ത് എന്റെ കരള് 25 വയസ്സായ ചെറുപ്പക്കാരന്റെ കരളാ, അപ്പൊ ഇനി അടുത്തൊന്നും ഞാൻ മരിക്കൂല അല്ലെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ധാരണയാണ്, അതാണ് അള്ളാഹു ചോദ്യം ചെയ്യുന്നത്. യഹ്സബു, മനുഷ്യൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ, പണമുണ്ടായാൽ എല്ലാമായി എന്ന് മനുഷ്യൻ വിചാരിക്കുന്നു. പണം ഉണ്ടായാൽ പിന്നെ അവനക്ക് വലിയ ധൈര്യ, സമാധാന, ഒന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല. അതിനാണ് ഇതിങ്ങനെ കൂട്ടിവെക്കുന്നതും ഇടക്കിടക്ക് ഇങ്ങനെ എണ്ണുന്നതും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ എണ്ണിയാലും കൂട്ടിവെച്ചാലും എവിടെ? അതിനേക്കാൾ നിന്നെക്കാൾ വലിയ സമ്പത്തിന്റെ വലിയ വലിയ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ എവിടെ? ഐനൽ മുലൂക്കു, വലിയ വലിയ രാജാക്കന്മാരെവിടെ? അവരുടെ മക്കൾ എവിടെ? അവരുടെ സ്വത്ത് എവിടെ? അവരുടെ കൊട്ടാരങ്ങൾ എവിടെ? നീ ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മനുഷ്യ, നീ തൗബ ചെയ്യണം. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. ഫത്തൗബത്തു, നോക്കണേ, തൗബ എന്ന് പറഞ്ഞാൽ ഹുറൂബം മിനൽ മഅസിയത്തി ഇല ത്വാഅത്തി, പാപങ്ങളിൽ നിന്ന്. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക്, ത്വാഅത്തിലേക്കുള്ള ഒരു കുതിച്ചോട്ടമാണ്. നമ്മൾ പാപം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹിന്റെ ഇബാദത്തിലേക്ക്, ത്വാഅത്തിലേക്കുള്ള ഒരു ശക്തമായ കുതിച്ചോട്ടമാണ് തൗബ എന്ന് പറഞ്ഞാൽ. മിന സയ്യിഅത്തി ഇലൽ ഹസന, തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക്. വമിൻ വഹ്ശത്തിൽ ഇസ്യാൻ, പാപങ്ങളുടെ ഏകാന്തതയിൽ നിന്ന്, പാപങ്ങളുടെ കുറ്റബോധങ്ങളിൽ നിന്ന്, ഇലൽ ഉൻസി ബിർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിലേക്കുള്ള ആശ്വാസത്തിലേക്ക്. പാപം എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അതിന്റെ കുറ്റബോധം, അതിന്റെ ഒരു ഇടങ്ങറുണ്ടാവും. അതിൽ നിന്ന് റഹ്മാനായ അള്ളാഹുവിലേക്ക്, സമാധാനത്തിലേക്ക്, ആശ്വാസത്തിലേക്കുള്ള പോക്കാണ് തൗബ. പിന്നെയോ വഇയാദ് ബിറിദാഹു മിൻ സഖതി, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് പടച്ചറബിന്റെ തൃപ്തിയിലേക്ക്, അള്ളാഹുവിന്റെ ഉഖൂബത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് പടച്ചറബിന്റെ മുആഫാത്തിലേക്ക്, അള്ളാഹു നൽകുന്ന സുഖസൗകര്യങ്ങളിലേക്ക്, അള്ളാഹു നൽകുന്ന നിഅമത്തുകളിലേക്കുള്ള യാത്രയാണ് തൗബ എന്ന് പറഞ്ഞാൽ. ലാ മൽജഅ മിൻഹു ഇല്ലാ ഇലൈ, എവിടേക്കും നിനക്ക് പോകാനില്ല, നിനക്ക് അള്ളാഹുവിലേക്കല്ലാതെ അഭയസ്ഥാനമില്ല. ലാ മൽജഅ മിൻഹു ഇല്ലാ ഇലൈ. ഇനി അള്ളാഹുവിൽ നിന്ന് നിനക്ക് ഓടാൻ കഴിയോ? പടച്ചോനെ വിട്ട് ഓടാൻ കഴിയോ? എങ്ങോട്ടാ നീ ഓടാ? പടച്ചോനിലേക്കല്ലാതെ. വലാ മഫറ അൻഹു ഇലാ സിവാ, അള്ളാഹുവിൽ നിന്ന് നീ ഓടിയാലും, എങ്ങനെ ഓടിയാലും അള്ളാഹുവിലേക്ക് തന്നെ നിനക്ക് ഓടാൻ കഴിയൂ. നിനക്ക് ഓടാൻ കഴിയൂല. നിനക്ക് നീ എങ്ങനെ ഓടിയാലും, നിസ്കരിക്കൂല, നോമ്പ് നോൽക്കൂല, ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് നീ അള്ളാനെ വിട്ട് ധിക്കരിച്ച് ഓടിയാലും നീ എങ്ങോട്ടാ ഓടാ? ഓടി എവിടെ എത്തിയാലും അവസാനം നിന്റെ ഓട്ടം അള്ളാന്റെ അടുത്തേക്ക് തന്നെയല്ലേ. അതുകൊണ്ട് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുവിൻ. നിങ്ങളുടെ ഓട്ടം അള്ളാഹുവിലേക്കാവണം. ഫഫിറൂ ഇലല്ലാഹ് ഇന്നീ ലക്കും മിന്നു നദീറും മുബീൻ, വളരെ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് ഞാൻ. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിക്കോ, നിങ്ങൾ അള്ളാഹുവിലേക്ക് അഭയം തേടിക്കോ, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലേക്ക്, അള്ളാഹുവിന്റെ സമാധാനത്തിലേക്ക് നിങ്ങൾ ഓടിക്കോ. നിങ്ങൾ തിന്മകളിൽ നിന്ന് ഹസനാത്തുകളിലേക്ക് ഓടിക്കോ, താഅത്തുകളിലേക്ക്, വഴികേടുകളിൽ നിന്ന് അള്ളാന്റെ ഇബാദത്തിലേക്ക് നിങ്ങൾ ഓടിക്കോ. ഫഫിറൂ ഇലല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന അവസരം എത്ര വലുതാ. അള്ളാഹു നമുക്ക് തന്ന അവസരം എത്ര വലുതാ. അത്തൗബത്തു മബ്സൂതത്തുൻ, തൗബ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശാലതയുള്ളതാണ്. മാലം യൻസിൽ സുൽത്താനുൽ മൗത്ത്, മരണം എന്ന ശക്തി നിന്നിലേക്ക് ഇറങ്ങുന്നത് വരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗബക്ക് അവസരം തന്നു. നോക്ക്, പടച്ച റബ്ബ് തൗബക്ക്, അത് എത്ര അള്ളാന്റെ റഹ്മത്തും പടച്ച റബ്ബിന്റെ ആ വാത്സല്യവും എത്ര വിശാലമായതാണ്. മനുഷ്യ, നിന്റെ മുന്നിൽ മരണം എന്ന ശക്തി എത്തുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യണം. അതുവരെ നിനക്ക് അവസരമുണ്ട്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തൗബത്തു,
തൗബ എന്ന് പറഞ്ഞാൽ മഅറൂദത്തുൻ, അത് ലിബ്നി ആദം, മനുഷ്യന്റെ മുന്നിൽ അത് തുറന്നു വെച്ചിരിക്കുകയാണ്. മാലം തഅ്തിഹിർ റുസുൽ, അല്ലാഹുവിന്റെ ദൂതന്മാർ, പടച്ച റബ്ബിന്റെ ദൂതന്മാർ, റൂഹിനെ പിടിക്കാനുള്ള മലക്കുകൾ വരുന്നത് വരെ. അൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നിനക്ക് തൗബക്ക് അവസരമുണ്ട്. എങ്ങനെ നോക്കണം. റൂഹ് വേർപിരിയാൻ തുടങ്ങ കാലിന്റെ തള്ളവിരൽ മുതലാണെന്നാണ്. കാലുമെന്നാണ് റൂഹ് പിരിയ. മനസ്സിലായില്ല? അസ്രായേൽ വന്നു റൂഹിനെ പിടിക്കാൻ തുടങ്ങി. ആദ്യം കാൽപാദം, കാലിന്റെ തള്ളവിരൽ നിന്ന് തുടങ്ങും. റൂഹിനെങ്ങനെ വലിച്ചൂരി കാൽപാദത്തിന്റെ റൂഹ് അവിടുന്ന് പിരിഞ്ഞു. പിന്നെ അങ്ങനെ കണങ്കാല് അങ്ങനെ കയറി വന്നു, കാൽ മുട്ട് വരെ എത്തി, അവിടെയൊക്കെ മരിപ്പിച്ചു. പിന്നെ അങ്ങനെ കാൽ തൊടയിലേക്ക് അരവരെ അവിടുന്നൊക്കെ റൂഹിനെ ഊരി. അങ്ങനെ ശരീരത്തിലൂടെ അങ്ങനെ വയറ് അവിടുന്ന് അങ്ങനെ ഊരി, കൈകളിലൂടെ ഒക്കെ അങ്ങനെ ഊരി വന്ന് അങ്ങനെ നെഞ്ചകത്തുകൂടെ ഊരി റൂഹ് തൊണ്ടക്കുഴിയിലെത്തി. പിന്നെ അവിടുന്ന് അങ്ങനെ കണ്ണിലൂടെയാണ് റൂഹ് പോകുക എന്നാണ്. ഈ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നത് വരും തൗബക്ക് അവസരമുണ്ട്. അള്ളാഹ് ചെയ്ത എത്ര വിശാലതയാണ്, അള്ളാഹു ചെയ്ത എത്ര വലിയ നിഅമത്താണ്. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇദാ ആയനൽ മയ്യത്തുൽ മലക്ക, മരിക്കാൻ പോകുന്നയാള് അസ്രായേലിനെ കണ്ടു കഴിഞ്ഞാൽ ദഹബത്തുൽ മഅരിഫ, അവന്റെ ബോധം പോവും. മനസ്സിലായില്ല? ഏതിനു മുമ്പ് തന്നെ നമ്മളതിങ്ങനെ സമാധാനിച്ചു. എന്നാ പിന്നെ മൊയിലേറെ അങ്ങനെ ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ടല്ലോ. കാരണം ഇപ്പൊ അസ്രായേലിന് വന്ന് എന്നിട്ട് റൂഹിനെ പിടിക്കാം, അപ്പൊ നമ്മളറിയും, അതൊക്കെ നമ്മളറിയും. അസ്രായേൽ വന്നാൽ നമ്മളറിയും, നമ്മൾ മരിക്കാൻ പോകുന്നത് കൃത്യമായി നമുക്കറിയും. അസ്രായേലിനെ കണ്ടാൽ നമ്മൾ അന്തം വിടും. പക്ഷേ എന്നാ പിന്നെ അപ്പൊ നോക്കിയാൽ മതിയല്ലോ, കഴിയൂല. അതാണ് മുത്തനബി പറഞ്ഞത്, ഇദാ ആയനൽ മലക്, മലക്കുൽ മൗത്ത് അസ്രായേൽ അലൈഹിസ്സലാമിനെ നീ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ ആ കാഴ്ച താങ്ങാൻ കഴിയൂല. ആ കാഴ്ച കണ്ടാൽ ദഹബത്തുൽ മഅരിഫ, നിന്റെ ബോധം പോവും, അന്താണ് പോവും, ബോധം പോയാൽ പിന്നെ തൗബ ചെയ്യാൻ കഴിയൂല. കാരണം ലിഅന്നഹു ഇദൻ ഖതഅത്തുൽ മഅരിഫ, ബോധം പോയി കഴിഞ്ഞാല് വദഹബ അഖലു, ബുദ്ധി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലം യതസവർ മിൻഹു നദമൻ വലാ അസുൻ, പിന്നെ എനിക്ക് ഖേദിക്കാനോ അസ്മ ചെയ്യാനോ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഖേദിക്കണം, ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഖേദിക്കണം. ഇനി ഓർമ്മയില്ലെങ്കിലും ഓർത്ത് ഖേദിക്കല ഏറ്റവും നല്ലത്. ഞാൻ ഇന്ന പാപം ചെയ്തല്ലോ, ഇന്ന സമയത്ത്, അന്ന് ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തല്ലോ. ആ കഴിഞ്ഞു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് ഖേദിക്കുക. അപ്പോഴാ ഖേദം വരിക. മൊത്തത്തിൽ എന്റെ കഴിഞ്ഞു പോയ പാപത്തിലൊക്കെ ഞാൻ ഖേദിക്കുന്നു, അല്ലേ? എന്താണ് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇന്നലെ മുഴുവൻ കറണ്ട് ഉണ്ടായിരുന്നില്ല. KSEBിയുടെ നിയമം എന്താ? ആ കറണ്ട് കട്ട് ചെയ്യുകയാണെങ്കിലും ആദ്യം അറിയിക്കണം പത്രത്തിലൂടെ. ഓലെ അറിയിക്കാനും വിട്ടു, അപ്പൊ പിറ്റേ ദിവസം കൊടുക്കും, ഞങ്ങൾ ഇന്നലെ അറിയിക്കാനും വിട്ടു, അപ്പൊ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് പത്രത്തിലെ റിപ്പോർട്ട്, അല്ലേ? അങ്ങനല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ ഇങ്ങനെ പോയി 2:30 മണിക്കാണ് ട്രെയിന് എന്ന് പറഞ്ഞു, ഓടിപ്പാഞ്ഞ് ബസ് കിട്ടൂല, പട്ടാമ്പിക്ക് ഓട്ടോറിക്ഷ വിളിച്ചു പോയി. 150 റുപ്യ അങ്ങനെയും പോയി. 10 റുപ്യ കൊണ്ട് നടക്കേണ്ട കേസ് 150 റുപ്യ. അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലേ 2:30 എന്നുള്ളത് ഒരു അനൗൺസ്മെന്റ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇന്നാലിന്ന മാവേലി എക്സ്പ്രസ് അത് 1 മണിക്കൂർ വൈകി ഓടുന്നു. യാത്രക്കാർക്ക് നേരിട്ട പ്രയാസത്തിൽ അതിയായി ഖേദിക്കുന്നു. ആർക്ക് ഖേദം, അല്ലേ? ഖേദം എന്ന് പറഞ്ഞാൽ അതൊരു വെറും വർത്താനം എന്നല്ലാതെ, അതൊക്കെ ഒരു വർത്താനല്ലേ, വെറുതെ ഒരു വർത്താനം. അത് റെക്കോർഡ് ചെയ്ത് വെച്ചിക്കല്ലേ, അതിങ്ങനെ കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്ത് വെച്ചിക്കല്ലേ. അത് ഓളിങ്ങനെ പറയാ, നമ്മളിങ്ങനെ ഇരിക്കുക, അത്രയും. എന്ന പോലെ പഠിച്ചോനെ, അള്ളാഹുവെ, ഞാൻ എന്റെ 15 വയസ്സ് മുതൽ എനിക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ കഴിഞ്ഞു പോയ ഇത്ര 10, 25, 30 കൊല്ലങ്ങളായി എന്നിൽ നിന്ന് വന്നു പോയ എല്ലാ വീഴ്ചകളും എനിക്കൊന്നും ഓർമ്മല്ല. ഞാനത് മൈൻഡ് ചെയ്തിട്ടുമില്ല, നമ്മളെ മണ്ടയിലില്ല, എത്രയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളിലൊക്കെ ഞാൻ നിന്നോട് നിർവ്യാജം ഖേദിക്കുന്നു. പഠിച്ചോനെ, ഒരു അനൗൺസ്മെന്റ് നടത്തിയ തീർന്ന പരിപാടിയാണോ തൗബ? ഖേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖേദം അന്നദം, തൗബയുടെ ഖേദം എന്ന് മനസ്സറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ. ഖേദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞല്ലോ, അതിങ്ങനെ ഉരുളൊട്ടി കാണിച്ചു തരാൻ കഴിയില്ല.
ഖേദം എന്ന് പറഞ്ഞാൽ എന്താ? ആ മനസ്സുകൊണ്ടുണ്ടാവുന്ന ഖേദം, അത് വല്ലാത്ത ഖേദമായിപ്പോയി. ഖേദം തന്നെ, അത് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഖേദിക്കണം. അതാണ് തൗബ. വരാൻ പോകുന്ന പാപങ്ങൾ ഇനി ചെയ്യൂല. ഇനി എത്ര അവസരം കിട്ടിയാലും ഞാൻ തെറ്റ് ചെയ്യൂല. ഫ്രീ ആയിട്ട് കൂട്ടുകാര് കള്ള് മുമ്പിൽ കുപ്പി പൊട്ടിച്ചു കൊടുന്നാലും ഞാൻ കുടിക്കൂല. വ്യഭിചരിക്കാൻ പെണ്ണിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാലും ഞാൻ വ്യഭിചരിക്കൂല. ഞാൻ ഇനി എന്ത് അവസരം കിട്ടിയാലും തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കുക. ഇതാണ് തൗബ. രണ്ട് കാര്യം പ്രധാന: നദമും അസ്മും. ഖേദിക്കലും ചെയ്യൂല എന്ന് ഉറപ്പിക്കലും. ഇത് ഉറപ്പിക്കണമെങ്കിൽ ഇവന് ബോധം വേണ്ടേ? ഇതാണല്ലോ തൗബ. ഈ തൗബ ചെയ്യണമെങ്കിൽ ബോധം വേണം, ബുദ്ധി വേണം, അന്തം വേണം. അസ്രായേലിനെ കണ്ടതോടുകൂടെ ഇവൻ സ്റ്റക്കായി. ഇവന്റെ ബോധം പോയി, ബുദ്ധി പോയി. ഇവൻ മരവിച്ചു, അന്തം വിട്ടു, ഇവൻ ഹൈറാനിയത്തായി, ബേജാറായി. ഇപ്പം പരിസരബോധം ഒന്നുമില്ല, അന്തല്ല. പിന്നെ എങ്ങനെ തൗബ ചെയ്യാൻ കഴിയാം? മനസ്സിലായില്ല? എന്തേ പറഞ്ഞു? തൗബക്ക് ഏതുവരെ അവസരമുണ്ട്? തൊണ്ടക്കുഴിയിൽ അസ്രായേൽ വന്നു, എന്നിട്ട് റൂഹിനങ്ങനെ പിടിച്ചു. തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അതുവരെയും ചാൻസ് ഉണ്ട്, സമയമുണ്ട്. പക്ഷെ ആ സമയത്ത് തൗബ ചെയ്യാൻ മനുഷ്യന്മാരെ കൊണ്ട് സമയമല്ല വന്നിട്ടുണ്ട് അതുവരെ. പക്ഷെ ആ സമയത്ത് തൗബ ചെയ്യാൻ കഴിയൂല. കാരണം ഇവന്റെ ബോധം പോയി, അന്തം പോയി, ബുദ്ധി പോയി. അസ്രായേലിനെ കണ്ടു, അപ്പൊ തന്നെ ബേജാറായി, ആകെ വെപ്രാളപ്പെട്ടു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് തൗബ നിന്നിൽ തടയപ്പെടും, നിന്റെ ബുദ്ധി പോകും. തൗബ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടെങ്കിലേ സ്വഹീഹാവുള്ളൂ. തൗബ സ്വഹീഹാകണമെങ്കിൽ കുറെ ഷർത്തുകളുണ്ട്. അടിസ്ഥാനപരമായ ഷർത്തുകളാണ് പറഞ്ഞത്. അതിലൊന്നാണ് ബുദ്ധി ഉണ്ടാവുക. ബുദ്ധി ഇല്ലാത്ത തൗബ ചെയ്താൽ തൗബയാവില്ലല്ലോ. ബുദ്ധിയുള്ള സമയത്ത് തൗബ ചെയ്യണം. ബുദ്ധിയില്ലാതെ ഒരുത്തം മാനസിക രോഗിയായ ഒരുത്തങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് നീ 10,000 വട്ടം പറഞ്ഞാലും അത് തൗബയാവില്ല. ബുദ്ധിയില്ലാതെ പറഞ്ഞാൽ തൗബയാവില്ല. ബുദ്ധി പോയ സമയത്ത് പറഞ്ഞാൽ അത് തൗബയാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. കള്ളട് കുടിച്ചിട്ട് ബുദ്ധിയൻ പോയി, എന്നിട്ട് ഇപ്പൊ അങ്ങനെ പള്ളിക്ക് വന്നിട്ട് കരയാ, വല്ല കാര്യമുണ്ടോ? കള്ളു കുടിച്ചിട്ട് ബുദ്ധിയൻ. ചില ആൾക്കാർ അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ. ചില ആൾക്കാർ കള്ളു കുടിച്ച് അങ്ങനെ ചിരിക്കും, ചിരി തന്നെ ഓനക്ക് ഭയങ്കര സന്തോഷം തന്നെ. ചിരിക്കാത്തോ കള്ളു കുടിച്ചാലാ ചിരിക്കുക. ചില ആൾക്കാർ കള്ളു കുടിച്ചാലാ കരയാ, അങ്ങനെ ഉണ്ടാവും. പല രൂപത്തിലാണല്ലോ ഓരോരുത്തരുടെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ബുദ്ധിയുള്ള സമയത്ത് തൗബ ചെയ്യണം. അതുകൊണ്ട് അതിനൊന്നും കാത്തു നിൽക്കണ്ട. പറഞ്ഞ് മഹാന്മാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ? നിനക്ക് രോഗം വരാനോ അസ്രായേലിനെ കാണാനോ മരണത്തോട് അടുക്കാനോ ഒന്നും കാത്തു നിൽക്കണ്ട. നിനക്കിപ്പോ ആരോഗ്യമുണ്ട്, നീ ഇപ്പൊ തൗബ ചെയ്യണം, കരയണം, കണ്ണീരൊലിപ്പിക്കണം. ഇസ്മാ ബദാലക സാലിമ ഫീ ദില്ലി ഷാഹിഖത്തിൽ ഖുസൂർ യസ്ആ അലൈക ബിമസ്തഹി തലദ الرواح وفي البكور فإذا النفوس تقعقعت في ضيق حشرجة الصدور فهناك تعلم موقنا ما كنت إلا في غرور. എന്താ നിന്റെ ജീവിതം? നല്ല സുഖത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും നീ എങ്ങനെ ജീവിക്കുന്നല്ലോ? നീ ജീവിച്ചോ. ഇസ്മാ ബദാലക സാലിമ, നല്ല സലാമത്തില്, നല്ല റാഹത്തിൽ, സന്തോഷത്തിൽ നീ എങ്ങനെ ജീവിച്ചോ? അള്ളാഹു നൽകിയ നിനക്കുള്ള നിഅമത്തുകൾ ഫീ ദില്ലി ഷാഹിഖത്തിൽ ഖുസൂർ, നിന്റെ കൊട്ടാരങ്ങൾ, നിന്റെ സൗകര്യങ്ങൾ, നിന്റെ മനോഹരമായ വീടുകൾ, ആ വീടുകളിലുള്ള സൗകര്യങ്ങളൊക്കെ നീ സുഖലോലുപനായി ജീവിച്ചോ. യസ്ആ അലൈക ബിമസ്തഹി തലദ الرواح وفي البكور, രാവിലെയും വൈകുന്നേരവും നിനക്ക് ഇഷ്ടമുള്ള രൂപത്തില് നിനക്ക് ഭക്ഷണം, എല്ലാ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ജീവിതവും അങ്ങനെ നീ അടിച്ചു പൊളിച്ച് ജീവിച്ചോ. അങ്ങനെ നീ മറന്ന്, അള്ളാനെ മറന്ന് സുഖലോലുപനായി ദുനിയാവിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചോ. പക്ഷേ നീ അറിയപ്പെടാന്നറിയോ? കാര്യം നിനക്കറിയാം. നെഞ്ചും കോട്ടിൽ മരണത്തിന്റെ അവസാന നിമിഷങ്ങളുണ്ടല്ലോ, റൂഹങ്ങനെ വേർപിരിഞ്ഞു പോകുമ്പോ, നിന്റെ ശ്വാസം, നിനക്ക് ശ്വാസതടസ്സം നേരിടുമ്പോ, നിന്റെ നെഞ്ചകത്ത് നിന്റെ ഹാർട്ടും നിന്റെ ശ്വാസകോശങ്ങളുമൊക്കെ ഇടുങ്ങിപ്പോകുമ്പോ, മരണത്തിന്റെ ഇടുക്കം നിന്റെ നെഞ്ചകത്ത് അനുഭവപ്പെടുന്ന സമയത്ത് അപ്പോഴാണ് നിനക്ക് ഉറപ്പാവുക.
അപ്പോഴാണ് കാര്യങ്ങൾ ഉറപ്പാവുക. അപ്പോഴും ഉറപ്പായി. പക്ഷേ മാ കുന്ത ഇല്ലാ ഫീ ഖുറൂർ, കഴിഞ്ഞു പോയില്ലേ. നീ വഞ്ചനയിലായിരുന്നില്ലേ, നീ നഷ്ടത്തിലായിരുന്നില്ലേ? അപ്പോഴല്ലല്ലോ ചിന്തിക്കേണ്ടത്, അതിനു മുമ്പല്ലേ ചിന്തിക്കേണ്ടത് എന്ന് മഹാന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ മഹാനവറുടെ രോഗത്തിൽ കിടക്കുക. വലിയ വലിയാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനായ സയ്യിദുന ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു രോഗത്തിൽ കിടക്കുമ്പോ ആളുകൾ കാണാൻ ചെന്നവർ ചോദിച്ചു, മഹാനവറുകളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒക്കെ ചോദിച്ചു. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആ സമയത്ത് അവർ ചോദിച്ചു, അലാ മാദാ അസംത. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്താണ് ഇപ്പോ നിങ്ങളെ തീരുമാനം, എന്താണ് ഇപ്പോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അസംതു ഇന്നി ഇദാ ഊഫിതു തുബ്തു. എന്റെ തീരുമാനം, എന്റെ ആഗ്രഹം, എന്റെ ഈ രോഗം മാറിയാൽ ഞാൻ തൗബ ചെയ്യും എന്നാണ്. ഇദാ ഊഫിതു തുബ്തു. ഞാൻ ഇപ്പൊ രോഗത്തിലാ, രോഗം മാറിയാൽ തൗബ ചെയ്യും, അതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചയാള് ഖാല ലഹു റജുൽ ഫഹല്ലാ തുബ്ത സാ. അപ്പൊ ഇപ്പൊ നിങ്ങൾ തൗബ ചെയ്തിട്ടില്ലേ? കാരണം നിങ്ങൾ രോഗത്തിലാണ്, രോഗികൾ തൗബ ചെയ്യണ്ടേ? ഈ രോഗത്തിലെങ്ങാനും മരിച്ചുപോയാലോ? അപ്പൊ ഇപ്പോഴല്ലേ തൗബ ചെയ്യേണ്ടത്? ഫഹല്ലാ തുബ്ത സാ. ഈ സമയത്ത് നിങ്ങൾ തൗബ ചെയ്തിട്ടില്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, ഫഖാല യാ അഖീ, സഹോദരാ, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നൽ മുലൂക ലാ തഖ്ബിലുൽ അമാൻ മിമ്മൻ ഫീ റിജ്ലിഹിൽ ഖൈദു വഫീ റഖബതിൽ ഗില്ലു. ഒരു കുറ്റവാളിയെ പിടികൂടി അവന്റെ പെരടിയിലും അവന്റെ കഴുത്തിലും ഒക്കെ ചങ്ങല ബന്ധിച്ച് കാലുകളൊക്കെ കൂട്ടിക്കെട്ടി ഒരു കുറ്റവാളിയെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ ഇവങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, രാജാവേ മാപ്പാക്കണം, അൽ അമാൻ, രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. രാജാവ് രക്ഷപ്പെടുത്തുവോ? എന്നിട്ട് പറയും, രക്ഷപ്പെടുത്തുവോ? ഒരുപക്ഷെ രാജാവ് രക്ഷപ്പെടുത്തും. എങ്ങനെയാണെങ്കിൽ രാജാവ് രക്ഷപ്പെടുത്തും. ഇന്നമാ യഖ്ബലുൽ അമാൻ മിമ്മൻ ഹുവ റാക്കിബുൽ ഫറസ് വസ്സൈഫ് മുജറദുൻ ബിയദി. ഓനിങ്ങനെ സ്വതന്ത്രനായിട്ട് കുതിരപ്പുറത്ത് കയ്യിലെ ആയുധമൊക്കെ പിടിച്ച് വാളൊക്കെ പിടിച്ച് ഈ കുറ്റവാളി ആർക്കും പട്ടാളക്കാർക്കൊന്നും പിടിക്കാൻ കിട്ടാതെ ഓനങ്ങനെ അതിശക്തമായ വേഗതയുള്ള കുതിരപ്പുറത്ത് നല്ല ആരോഗ്യവാന, പട്ടാളക്കാർക്കൊന്നും പിടിക്കാൻ കഴിയണില്ല. ഇവൻ വാളും പിടിച്ച് ഇവൻ കുതിരപ്പുറത്ത് ഇങ്ങനെ പായാണ്. പട്ടാളക്കാർ പോയി പിടിക്കില്ല, ഓൻ കേസിലായി, രക്ഷപ്പെട്ടു പോയി. പിടികിട്ടാ പുള്ളിയായി, കുറ്റവാള് കിട്ടാനില്ല. ആ സമയത്ത് ഇവൻ സ്വയം വന്ന് കീഴടങ്ങാണ് രാജാവിന്റെ മുന്നിൽ സ്വയം വന്ന് കീഴടങ്ങാണ്. അപ്പോൾ ചിലപ്പോ രാജാവിന് ഓന് എന്റെ മുമ്പിൽ വന്ന് കീഴടങ്ങിയല്ലോ അല്ലേ ഒരു മനസ്സ് തോന്നും. അല്ലാതെ ഇവനെ കിട്ടാൻ വേണ്ടി പൊതു ഖജനാവെന്ന് കുറെ പണം ചെലവാക്കി അങ്ങനെ അല്ലേ. ഇപ്പൊ എന്തുണ്ടായി? ആരാണ് ഇന്നലെ മറ്റേ ഉസ്താദ് പറഞ്ഞല്ലേ, അമീറുൽ ഇസ്ലാം 27 ലക്ഷത്തോളം ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചെന്ന് പറഞ്ഞു. ഫോൺ കോളുകൾ നമ്മളൊക്കെ അങ്ങനെ ഫോൺ വിളിക്കും, അതൊക്കെ റെക്കോർഡാ. നമ്മളിങ്ങനെ എന്ത് പറയണം, അതൊക്കെ റെക്കോർഡാണ്. നമ്മൾ ആരോട് എന്ത് പറയണമെങ്കിലും അതൊക്കെ റെക്കോർഡാ. ആവശ്യം വന്നാൽ അതൊക്കെ പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്. 27 ലക്ഷം ഫോൺ കോളുകൾ, എത്ര കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയറിയോ? എന്തിന്? ആ പെണ്ണിനെ കൊന്ന ചങ്ങായിനെ പിടിക്കാൻ എത്ര കോടിക്കണക്കിന് ഉറുപ്പിക ഗവൺമെന്റ് ചെലവാക്കി അല്ലേ. എന്നിട്ട് ഇപ്പൊ മൂപ്പരെ പ്രത്യേകമായ ഒരു കൂട്ടിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണത്. കൊതു കടക്കൂല, അതിനൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്, കൊതു അടിക്കാതിരിക്കാൻ അതിനുള്ള വലയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഭക്ഷണത്തിനൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്. മറ്റു കുറ്റവാളികളെ കാണാതിരിക്കാനുള്ള ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്, സുഖ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അവനെ പിടികൂടിയ സമയത്ത് പിന്നെ അപ്പൊ അവന് ഓടാൻ ശ്രമിച്ചു, പക്ഷെ പോലീസുകാർ പിടിച്ചു. പിടികൂടിയ സമയത്ത് പിന്നെ അവൻ കൈകൂപ്പി, ഇനി ഞാൻ ചെയ്യൂല, ഞാൻ അങ്ങനെ ആരും കൊല്ലൂല എന്ന് പറഞ്ഞാൽ വിടുവോ? വിടൂല.
ചില കേസ് ഇന്ത്യയിലെ നിയമം അങ്ങനെയാണെന്നല്ല, നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചൊക്കെ കാര്യങ്ങൾ മാറും. പക്ഷെ പൊതുവെ ഇവിടെ പറഞ്ഞ ഒരു ഉദാഹരണം, ഒരു കുറ്റവാളി രാജാവിന്റെ മുന്നിൽ സ്വയം വന്നിട്ട്, രാജാവേ എന്നോട് മാപ്പാക്കണം, ഞാനാണ് ആ തെറ്റ് ചെയ്ത ആള്, അതുകൊണ്ട് ശിക്ഷിക്കരുത്, അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ രാജാവിന് അലിവ് തോന്നും. അല്ലാതെ രാജാവ് കുറെ കാലമായി ഇവനെ പിടിക്കാൻ നടക്കണു, ഇടങ്ങറായി കിട്ടിയിട്ടില്ല, അവസാനം പിന്നെ പട്ടാളക്കാര് വിജയിച്ച് ഓനെ പിടിച്ച് കാലൊക്കെ കൂട്ടിക്കെട്ടി കയറിട്ട് കൂട്ടി കൈയൊക്കെ പെടലേക്ക് പിടിച്ച് കെട്ടി ചങ്ങലക്കെട്ട് ഇവനെ ഒരു പരുവത്തിന് ഇങ്ങനെ ഒരു കൂട്ടിലാക്കി കൊണ്ടുവന്നതാ. അപ്പോഴാണ് ഇവൻ രാജാവേ പൊറുക്കണേ മാപ്പാക്കണേ എന്ന് പറഞ്ഞു. മാപ്പ് കൊടുക്കൂല. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, പടച്ചോൻ എന്നെപ്പെട്ട് പൂട്ടി, ഞാൻ ഓടുമായിരുന്നു, നല്ല ആരോഗ്യമല്ലേ, എന്തിരുന്നു എന്റെ മസിൽ പവർ, എന്റെ നെഞ്ചൂക്ക്, എന്റെ ശക്തി, എന്റെ ഓട്ടം ചാട്ടം, ഞാൻ എന്തൊക്കെ ചാടി മറിഞ്ഞ് എന്തൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പൊ പടച്ചോനെ ചങ്ങലക്കിട്ടു, രോഗിയായി, നടക്കാൻ വയ്യ, കാല് കൂട്ടിക്കെട്ടി, കൈ അനക്കാൻ വയ്യ, ഞാൻ രോഗിയായി തളർന്നു. അള്ളെന്നെ പിടിച്ചു പൂട്ടി. ഇപ്പൊ എനിക്ക് തെറ്റ് ചെയ്യാൻ നടക്കാനോ ഓടാനോ കഴിയൂല, എന്റെ കൈ അനക്കാൻ കഴിയൂല, പിന്നല്ലേ തെറ്റ് ചെയ്യാ, കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി, പിന്നല്ലേ ഓരോ അവയവത്തിനും രോഗം വന്നു, എന്നെ അള്ള പിടിച്ചു പൂട്ടി. ഇപ്പൊ എന്നിട്ട് ഞാൻ അങ്ങനെ പറയാം, പഠിച്ചോനെ ഞാനൊന്നും ചെയ്യൂല, ഓർക്കണേ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി തങ്ങള് ഒരുപാട് തെറ്റ് ചെയ്തിട്ടോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെ? മഹാന്മാര് ഔലിയാക്കളാണെങ്കിലും അമ്പിയാക്കൾ മാത്രമേ മഅ്സൂമിങ്ങളുള്ളൂ. പക്ഷെ ബിശ്റുൽ ഹാഫി തങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് തൗബ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഒരു മഹാനായത്. ഇത് പറയുന്നത് തന്റെ ശിഷ്യന്മാർക്ക്, അനുയായികൾക്കൊക്കെ ഈ പാഠങ്ങൾ പഠിപ്പിക്കാനാ. തൗബ ചെയ്യേണ്ടത് ആരോഗ്യമുള്ള സമയത്താണ്. ആരോഗ്യമുള്ള സമയത്ത്. നമ്മൾ നേരെ തിരിച്ചാണ്, രോഗം വന്നാലേ നമ്മൾ തൗബ ചെയ്യുക. ഞാൻ രോഗം മാറിയാലോ പിന്നിട്ട് തൗബയില്ല, പിന്നെ മറന്നു, പിന്നെ നല്ല ആരോഗ്യം ഉണ്ടായാൽ പഴയ വാര തെറ്റു കുറ്റമൊക്കെ പിന്നെയും ചെയ്യും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, എന്റെ ആഗ്രഹം, എന്റെ തീരുമാനം, ഞാനൊരു കാര്യം ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ട്, ഈ രോഗം മാറിയാൽ ഞാൻ തൗബ ചെയ്യും എന്ന്. ഇപ്പൊ തൗബ ചെയ്യാത്തത് കൊണ്ടല്ല, അപ്പോഴും തൗബ ചെയ്തിട്ടുണ്ട്. ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് എപ്പോഴും തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാ. പക്ഷേ ആരോഗ്യമുള്ള സമയത്താണ് തൗബ ചെയ്യേണ്ടത് എന്ന പാഠം പഠിപ്പിക്കാനാണ് ആ കാര്യം ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഫത്തൗബതു ഫിസ്സുഹത്തി, ആരോഗ്യമുള്ള സമയത്തുള്ള തൗബ കസ്സദഖത്തി ഫിസ്സുഹത്തി, ആരോഗ്യമുള്ള സമയത്ത്, ആരോഗ്യ ആവശ്യമുള്ള സമയത്ത് സ്വതക്ക ചെയ്യും പോലെയാണ്. ഫത്തൗബത്തു ഫിൽ മറളി, രോഗത്തിലുള്ള തൗബ എന്ന് പറഞ്ഞാൽ കസ്സദഖത്തി ഇൻദൽ മൗത്തി, മരിക്കാൻ പോകുമ്പോൾ സ്വതക്ക ചെയ്യും പോലെയാണ്. ഇനി അവനക്ക് പൈസ ഒന്നും ആവശ്യമല്ല. കാരണം ഉറപ്പിച്ചു, ഡോക്ടർമാരും പറഞ്ഞു, അവരോടൊന്ന് പറഞ്ഞു. ചില ഡോക്ടർമാരിനെ പറയാറുണ്ട്, ഇന്ന രോഗമാണ് നിങ്ങൾക്ക്, പോകൂല, ഒരു മാസം ഇനി പോകൂല, നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കിനി നടക്കാൻ കഴിയൂല, നിങ്ങൾക്കിനി കൈയനക്കാൻ കഴിയൂല, നിങ്ങൾ ആരോഗ്യം പറ്റേ പോയിട്ടുണ്ട്, നിങ്ങൾക്കിനി ഭക്ഷണം കഴിക്കാൻ കഴിയൂല, ഇനി കഴുത്തിന് ഓട്ടുണ്ടാക്കി ട്യൂബിട്ടിട്ട് ഇറക്കി എന്തെങ്കിലുമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ, മൂക്ക് കൂടെ പൈപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയാൽ ഒരു മാസമൊക്കെ പോയാൽ പോകും. ഇനി എനിക്ക് എന്തിനാ പൈസ? ഇനി പൈസ ആവശ്യമുണ്ടോ? മനസ്സിലാവുണ്ടോ? അതുവരെ ഒരു ഉറുപ്പ്യ നല്ല വഴിക്ക് ചെലവാക്കിയിട്ടില്ല, ഒന്നിനും കൊടുത്തില്ല, പള്ളികൾക്കും കൊടുത്തില്ല, പാവങ്ങൾക്കും കൊടുത്തില്ല, സക്കാത്തും കൊടുത്തില്ല, സദക്കയും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അങ്ങനെ കൂട്ടിവെച്ചു. കാരണം അങ്ങനെ കൂട്ടിവെക്കുമ്പോ ബിരിയാണി തിന്നണ്ടേ, അല്ലേ? വണ്ടി വാങ്ങണ്ടേ, വീടുണ്ടാക്കണ്ടേ, അങ്ങനെ ആക്കണ്ടേ, ഇങ്ങനെ ആക്കണ്ടേ, നമ്മളെ കാര്യം തീർന്നിട്ടില്ലല്ലോ, നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെയല്ലേ, ഇങ്ങനെ കൂട്ടന്നെ ഉണ്ടാക്കന്നെ. ഡോക്ടർ ഇത് പറഞ്ഞപ്പോ അങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോ എന്തിനാ എനിക്ക് വീട്, ഇനി എന്തിനാ വണ്ടി, ഇനി എന്തിനാ പൈസ, ഇനി കോഴി ബിരിയാണി തിന്നാൻ പറ്റൂല, ഒരു ബിരിയാണി തിന്നാൻ പറ്റൂല, ഇനി ഒന്നുമില്ലല്ലോ, അപ്പൊ ഇനി കൊടുക്കന്നെ. അപ്പൊ കുട്ടികളെ വിളിച്ചു സ്വകാര്യമായിട്ട്, മനെ കൊടുത്തള, എത്തിങ്ങാനേക്ക് കൊണ്ടേ കൊടുത്തള, പള്ളിക്കൽ കൊണ്ടേ കൊടുത്തള. അതിന് കൂലില്ലാന്നല്ല, പക്ഷെ അത് അത്ര അള്ളാഹിന് വില വെക്കൂല, അള്ളാഹു അതിന് വില വെക്കൂല. കാരണം ഏതുപോലെയാണ് നമ്മളോടെ ഇങ്ങോട്ട് പറയും നമ്മളോടെ കണ്ട അയലോക്കത്ത് നോമ്പറപ്പിക്കലുണ്ടാക്കി, ഓല് നമ്മളെ വിളിച്ചില്ല, അതുപോലെ മരോനും കുടുംബക്കാരൊക്കെ പാടെ നോമ്പറുണ്ടാക്കിയിട്ട് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി, നല്ല ആടും കോയും എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ സാധനം ബാക്കിയായപ്പോണ്ട് ഇങ്ങനെ തറാവീഹ് നമ്മളിങ്ങനെ ചെല്ലുമ്പോണ്ട് ഇങ്ങനെ ബല്ലടി തുറന്നു നോക്കുമ്പോ എന്താ ഒരു പാത്രത്തിലുണ്ട്, അത് നോമ്പറുണ്ടായിരുന്നത് നമ്മളെ ബാക്കി ആട് കോയി
നമ്മക്ക് എന്താ അതിനോട് തോന്നാ? കേടന്നിട്ടൊന്നുമില്ല, നല്ല ആടും കറിയാ, നല്ല പൊട്ടിക്കാത്ത പാത്രത്തില് നല്ല സാധനങ്ങളാ, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിനെങ്ങനെ കാണാ? നല്ല സ്ട്രോങ്ങുണ്ട്, ഇജൊന്നും എന്റെ പണി വയ്ക്കാം അപ്പൊ തന്നെ എവിടെയൊക്കെ കൊണ്ടു കൊടുത്തോളാറ് അല്ലേ? ചൂടന്മാരാണെങ്കിൽ ഇന്നതിപ്പോ മോശമായിട്ട സാധനം ഈ നോമ്പറക്കണ സമയത്ത് കൊടുത്തതന്നെ കേടൊന്നും വന്നില്ല, അതന്നെ. പക്ഷെ അതിന്റെ രീതി മാറി, അതാ വിഷയം. ഇവൻ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ചെയ്യേണ്ടിയിരുന്നത് നോമ്പ് തുറക്കാൻ ആ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു മാനമര്യാദയിൽ അയൽവക്കാരെ വിളിച്ചിട്ട് അപ്പ കൊടുക്കല. അതാ അതിന്റെ മാന്യത, അതായിരുന്നു അതിന്റെ സമയം. അപ്പ കൊടുത്തു തന്നെ. പക്ഷെ അത് ബാക്കിയായപ്പോ അപ്പൊ നമുക്ക് എന്തായി? ഓനക്ക് വേണ്ടാഞ്ഞിട്ട് ഓന്റെ വയറ് നിറഞ്ഞ് ഓന്റെ ആൾക്കാർക്ക് കുഞ്ഞത് നാശമായി, പിന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിന് പല വർത്താനം പറയാം, നമ്മുടെ നാടൻ ഭാഷയിൽ പല വർത്താനമുണ്ട് അല്ലേ? ഓൻ അങ്ങനെ ആക്കാൻ ഇങ്ങനെ ആക്കാൻ ഇങ്ങോട്ട് കൊണ്ടുക്കണു എന്നിട്ട് അപ്പൊ അതിന് വില ഉണ്ടാവില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് പടച്ചോൻ വില വെക്കൂല. നീ കൊടുക്കുന്ന സദഖ നിനക്ക് ആവശ്യമുള്ള സമയത്തും നിനക്ക് ആരോഗ്യമുള്ള സമയത്തും നിനക്കതിനോട് താല്പര്യമുള്ള നിനക്ക് ഇഷ്ടവും ആവശ്യമുള്ളത് അള്ളാഹ്ക്കോട് കൊടുക്കാം. അതിനാണ് അള്ളാഹ്ക്ക് വില ഉണ്ടാവുള്ളൂ. നിനക്ക് വേണ്ട, ഡോക്ടർ പറഞ്ഞു നീ മരിക്കാൻ പോവാണ്, ഇനി നിനക്ക് ചോറുമില്ല, കഞ്ഞിയില്ല, ഒന്നുമില്ല, വണ്ടിയില്ല, വാഹനമില്ല, ഒന്നുമില്ല, നിനക്ക് ഇനി ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നിനക്ക് വേണ്ടാത്തത്, നിനക്ക് ആവശ്യമില്ലാത്തത് അള്ളാഹ് അതിന് വില വെക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വീകരിക്കൂല എന്നല്ല, അയലോക്കക്കാര് സ്വീകരിക്കും, മാന്യത കൊണ്ട് സ്വീകരിക്കും, പക്ഷെ അതിന് വില വെക്കൂല. മുഅ്മിനീങ്ങളെ, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന അസ്സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമാ. മരണം ഉറപ്പാകുന്ന, മരിക്കാൻ പോകുന്ന നേരത്ത് തൗബ ചെയ്യുന്നവരെ കുറിച്ചാണ് അല്ലാഹ് പറയുന്നത്. വലൈസത്തി തൗബ, തൗബയല്ല, ആ തൗബ സ്വീകരിക്കൂല. ലില്ലദീന യഅമലൂന സയ്യിആത്, തിന്മകൾ ചെയ്ത ആളുകൾ അവര് തൗബ എപ്പോഴാ ചെയ്യുന്ന? ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണം എത്തിയ സമയത്താണ് അവൻ പറയുന്നത് ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ ഇപ്പൊ തൗബ ചെയ്തു. വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമാ. കുഫ്രിയത്തിന്റെ മരണമായി ഏറ്റവും വേദനാജനകമായ ശിക്ഷ കിട്ടുന്നവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അപ്പോൾ ഇപ്പൊ നമ്മൾ തൗബ ചെയ്യണം, ആരോഗ്യമുള്ള സമയത്ത് തൗബ ചെയ്യണം. തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇസ്തിഗ്ഫാർ അല്ലേ? തൗബയുടെ പ്രധാനപ്പെട്ട വഴിയാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നത് ഒരു കലിമത്ത്. ഇസ്തിഗ്ഫാറിന്റെ ദുആ നമ്മളിപ്പോ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അത് ഇസ്തിഗ്ഫാറിന്റെ ഒരു ദുആ. അല്ലാഹുമ്മ ഗഫിർലി അത് മറ്റൊരു ഇസ്തിഗ്ഫാർ. പല ഇസ്തിഗ്ഫാറുകളും മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, കാരുണ്യവാനാ, പാപം പൊറുക്കുന്നവനാ. വാനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അവനിലേക്ക് തൗബയും ചെയ്യണം. ഇസ്തിഗ്ഫാറും തൗബയും രണ്ടാക്കി പറഞ്ഞു. ഇസ്തിഗ്ഫാർ തൗബയിലേക്കുള്ള ഒരു വഴിയാണ്. ഇസ്തിഗ്ഫാർ തൗബയിലേക്കുള്ള ഒരു വഴിയാണ്. അനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, മോനെ, യാ ബുനയ്യ, പൊന്നുമോനെ, അവ്വിദ് ലിസാനക, നിന്റെ നാക്കിൽ പതിവാക്കണം അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി, എപ്പോഴും അല്ലാഹുമ്മ ഗഫിർലി നീ പതിവാക്കണം. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് വസിയത്ത് ചെയ്തു. എന്ത്? അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തു കൊണ്ടാ. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ നീ പുറത്തു കൊണ്ടാ. പടച്ചോനെ എന്നോട് പൊറുക്കണേ. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി എപ്പോഴും പതിവാക്കണം മോനെ. കാരണം ഫഇന്ന ലില്ലാഹി സആത്തിൻ, അല്ലാഹുവിന് ഓരോ ദിവസവും ചില സമയങ്ങളുണ്ട്. ലാ യുറദ്ദു ഫിഹാ സായില, ചോദിക്കുന്നത് അല്ലാഹു തട്ടൂല. അപ്പോൾ നീ എപ്പോഴും ഒഴിവുള്ള സമയത്തൊക്കെ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞോ. കാരണം എപ്പോഴാണ് ആ സാഅത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന് പറയാൻ കഴിയില്ല. ആ സമയത്തായാൽ ആ അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹ്
കബൂലാക്കും, പാപം പുറത്തു തരും മോനെ. അതുകൊണ്ട് എപ്പോഴും അല്ലാഹു മഗ്ഫിർലി എന്ന് വർദ്ധിപ്പിക്കണം എന്ന്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ, വഅലാ മവാഇദിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ, വഫീ തുറുഖിക്കും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോ, വഴികളിൽ, വഫീ അസ്വാഖിക്കും, നിങ്ങളുടെ അങ്ങാടികളിൽ, വഫീ മജാലിസിക്കും, നിങ്ങളുടെ സദസ്സുകളിൽ, വഅൈനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും കിടന്നുറങ്ങുന്ന റൂമിലും, ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിലും, നിങ്ങൾ യാത്ര ചെയ്യുന്ന വണ്ടിയിലും, നിങ്ങൾ അങ്ങാടിയിലും, നിങ്ങളുടെ സദസ്സിലും, നിങ്ങൾ എവിടെയാണെങ്കിലും, വഅൈനമാ കുന്തും, എവിടെയാണെങ്കിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. കാരണം ഫഇന്നകും മാ തദറൂൻ, നിങ്ങൾക്ക് അറിയില്ലല്ലോ മതാ തൻസുൽ മഗ്ഫറ, എപ്പോഴാണ് അല്ലാഹുവിന്റെ മഗ്ഫറത്ത് കിട്ടാന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഇസ്തിഗ്ഫാർ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ, എല്ലാ ദിവസവും 70-ലധികം തവണ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, വഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ, എല്ലാ ദിവസവും ഞാൻ 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി കുല്ല യൗമിൻ 1000 മറ, ഞാൻ എല്ലാ ദിവസവും 1000 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. മനസ്സിലായില്ല? എങ്ങനെ മുത്തുനബി എന്ത് പറഞ്ഞു? മുത്തുനബി പറഞ്ഞു, അള്ളാന്റെ റസൂലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മുത്തുനബി പറഞ്ഞത് കേട്ടു, ഞാൻ എല്ലാ ദിവസവും 70 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ എന്ത് പതിവാക്കി? എല്ലാ ദിവസവും 1000 വട്ടം ഇസ്തിഗ്ഫാർ പതിവാക്കി. കാരണം എന്താ? മുത്തുനബി 100 വട്ടം ചൊല്ലിയാൽ തന്നെ അല്ലേ? അപ്പൊ ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ഞാൻ 100 വട്ടം ചൊല്ലിയാൽ പോരാ, എത്ര വട്ടെങ്കിലും ചൊല്ലണം? 1000 വട്ടെങ്കിലും ചൊല്ലണം എന്ന് ആര് മനസ്സിലാക്കി? എന്നിട്ട് പറയും, ആര് മനസ്സിലാക്കി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അപ്പൊ പിന്നെ അടുത്ത താബിഈങ്ങൾ, അടുത്ത തലമുറ, അപ്പൊ പിന്നെ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലണം? പിന്നെ അടുത്ത തലമുറ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലണം? അങ്ങനെ നമ്മളുടെ എത്തുമ്പോ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലണം നമ്മളൊക്കെ ഓരോ ദിവസം? അതൊന്നും വേണ്ട, ഈ ഒരു 70 ചൊല്ലി കിട്ടിയാൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരുടെ രീതി അതായിരുന്നു. ബഹുമാനപ്പെട്ട റിബാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലീ നീഫും വ 40 ദംബാ, എന്റെ ജീവിതത്തിൽ 40-ൽ ചില്ലറ തെറ്റുകളാണ് ഞാൻ ചെയ്തത്. വലിയ തെറ്റല്ല, മനസ്സിലാവുണ്ടോ? വലിയ തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. വ്യഭിചാരോ കൊലപാതകമോ അതൊന്നും ചെയ്തിട്ടില്ല. ചെറിയ തെറ്റുകളായി പറയണത്. ചെറിയ തെറ്റുകൾ അതിങ്ങനെ ജീവിതത്തിൽ പരിശോധിച്ച് കണക്ക് നോക്കി നോക്കുമ്പോ 40-ൽ ചില്ലറ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഖദ് ഇസ്തഗ്ഫർതുല്ലാഹ ലികുല്ലി ദംബിൻ, ആ ഓരോ പാപം പൊറുപ്പിക്കാൻ 100,000 മറ, 1,00,000 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. ജീവിതത്തിൽ പറ്റിയതാകെ 40-ൽ ചില്ലറ തെറ്റാണ്. ആ ഓരോ തെറ്റും പൊറുപ്പിക്കാൻ വേണ്ടി ഓരോ തെറ്റിനും 1,00,000 ഇസ്തിഗ്ഫാർ ഞാൻ ചൊല്ലി എന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട മറ്റൊരു മഹാൻ പറഞ്ഞു, ഞാൻ പരിശോധിച്ചു, ഹാസബതു മിൻ വഖതി ബുലൂഗി, എനിക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ എന്തൊക്കെ തെറ്റാ ചെയ്തത്. ഫൈദാ സല്ലാത്തി, അപ്പോ എന്റെ തെറ്റുകൾ എത്രയാണ്? ലാ തജാവസു 36, 36-ൽ കൂടൂല. ഞാൻ കറക്റ്റായിട്ട് നോക്കി, 36-ൽ കൂടൂല. 36 തെറ്റാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. പ്രായപൂർത്തി മുതൽ ഇതുവരെ പരിശോധിച്ചു 36 തെറ്റാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ 36 തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി ഓരോ തെറ്റിനും 1,00,000 ഇസ്തിഗ്ഫാറും ചെയ്തു. ഓരോ തെറ്റിനും വസല്ലൈതു ലികുല്ലി സല്ലത്തിൻ, ഓരോ തെറ്റിനും വേണ്ടി ഞാൻ നിസ്കരിച്ചു 1000 റക്അത്തിന്, 1000 റക്അത്ത്. വഖതമ ഫീ കുല്ലി റക്അത്തിൻ, ആ ഓരോ റക്അത്തിലും ഞാൻ ഖുർആൻ ഖത്തം തീർത്തു. മിൻഹാ ഖത്തമത്തൻ, ഖത്തം തീർക്കും ചെയ്തു. എങ്ങനെ? മനുഷ്യന്മാരെ ചെറിയ തെറ്റ്, വ്യഭിചാരമല്ല, കള്ളുടിയല്ല, കക്കാൻ പോയതല്ല, ജീവിതത്തിൽ പറ്റിപ്പോയ ചെറിയ തെറ്റുകളെ പേടിച്ചിട്ട്, ആ തെറ്റിനെ പേടിച്ച് 36 തെറ്റിനെ പൊറുപ്പിക്കാൻ വേണ്ടി 36,00,000 ഇസ്തിഗ്ഫാർ ചൊല്ലിയും. ഒന്ന് അത് പറയും,
36 തെറ്റാണ് ജീവിതത്തിൽ ഉണ്ടായതെന്ന് കണക്ക് വെക്കുക. ആ 36 തെറ്റിനെ പൊറുപ്പിക്കാൻ വേണ്ടി 36 ലക്ഷം ഇസ്തിഗ്ഫാർ ചൊല്ലുക. പിന്നെ 36,000 റക്അത്ത് നിസ്കരിക്കുക. 36 തെറ്റിന് ഓരോ തെറ്റിനും 1000 റക്അത്ത്. അപ്പൊ എത്ര റക്അത്തായി? 36,000 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിനും ഖുർആൻ ഖത്തം തീർക്കുക. അപ്പോൾ എത്ര ഖത്തായി? 36,000 ഖത്തം. ജീവിതത്തിൽ 36,000 ഖത്തം ഓതി, 36,000 റക്അത്ത് നിസ്കരിച്ചു, 36 ലക്ഷം ഇസ്തിഗ്ഫാർ ചെയ്തു. എന്തിനു വേണ്ടി? 36 ചെറിയ ദോഷങ്ങൾ അന്ന് പുറത്തരാൻ വേണ്ടി. നിങ്ങൾ പറയും, നമ്മളെ അവസ്ഥ എന്താ? നമ്മുടെ തൗബ എന്താ? തൗബക്കാരുടെ സന്തോഷം എന്ന് പറഞ്ഞ ഏത് തൗബക്കാർക്ക് സന്തോഷിക്കാൻ കഴിയുക? നമ്മൾ ആലോചിക്കണ്ടേ? ഒരിറ്റ് കണ്ണീര് തൗബയുടെ പേരിൽ നമ്മുടെ കണ്ണെന്ന് വന്നിട്ടുണ്ടോ? ഈ കൊല്ലം വന്നോ? കഴിഞ്ഞ കൊല്ലം വന്നോ? അതിന് മുമ്പത്തെ കൊല്ലം വന്നോ? കണ്ണീര് എത്ര ആണെങ്കിലും ഇല്ലേ? ലോഡ് കണക്കിന്. നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ മനക്കരുത്തിന്റെ ഉടമയായിരുന്നു. കുട്ടികളെ അമ്മാര് പേടിപ്പിക്കും. എടാ ഉണ്ടായിരുന്നോ? ഉമർ വരുന്നുണ്ട് റളിയല്ലാഹു അൻഹു അല്ലേ? കുട്ടികളെ തൊട്ടിയിൽ ഉറക്കുമ്പോ കുട്ടിയെ ഉറങ്ങിക്കോ, വേഗം ഉറങ്ങിക്കോ, കരണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് വരുന്നുണ്ട് അല്ലേ? കുട്ടികളെ പേടിപ്പിച്ചിരുന്നു ഉമ്മാര്. ആ ഉമർ റളിയല്ലാഹു അൻഹു കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യത്ലുബു മിനസ് സിബിയാൻ. കുട്ടികളെ കണ്ടാ പറയും, കുട്ടികളെ, പൊന്നുമക്കളെ, ഈ ഉമറിന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം കേട്ടോ. ഇന്നക്കും ലം തുദ്നിബു, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരല്ലേ. ചിന്തിക്കണം മക്കളെ, പൊന്നുമക്കളെ, നിങ്ങളൊരു തെറ്റും ചെയ്യാത്ത മക്കളല്ലേ. നിങ്ങൾ ഈ ഉമറിന്റെ പാപം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ദ്വേർക്കണം കേട്ടോ. കുട്ടികളോട് കെഞ്ചി പറയുമായിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ലല്ലോ പൊന്നുമക്കളെ, നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾ എന്റെ പാപം പൊറുക്കാൻ, ഈ ഉമറിന്റെ പാപം പൊറുക്കാൻ നിങ്ങൾ ദ്വേർക്കണം എന്ന്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ രീതി ഉണ്ടായിരുന്നു. കുട്ടികളെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് കുട്ടികളോട് പറയും, മക്കളെ, നിങ്ങൾ അല്ലാഹുമ്മ ഉഗ്ഫിർലി അബീ ഹുറൈറ, ഈ അബൂ ഹുറൈറക്ക് പൊറുക്കണേ നിങ്ങൾ അള്ളാഹിനോട് പറയും. കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കും, അല്ലാഹുമ്മ ഉഗ്ഫിർലി അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറ തങ്ങൾക്ക് പൊറുക്കണേ. ബഹുമാനപ്പെട്ടവർ ആമീൻ 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 പറയും. കുട്ടികളെ കൊണ്ട് ദ്വാരപ്പിക്കും പാപം പൊറുക്കാൻ, ആമീൻ പറയും. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മള് മഴ കിട്ടാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി അമല് പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. മഴയെ തേടുന്ന നിസ്കാരത്തിന് വേണ്ടി കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ വെച്ചിട്ട് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം അല്ലേ? കുഞ്ഞുമക്കള്, തെറ്റ് ചെയ്യാത്ത കുഞ്ഞുമക്കള്, മൃഗങ്ങള്, അവരുടെയൊക്കെ തസ്ബീഹും അവരുടെ ആമീനും അതിന് വലിയ കബൂലിയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഒരു ഇസ്തിഗ്ഫാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, അന്ത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, അല്ലാഹുമ്മ അൻത റബ്ബി, പടച്ചവനെ നീയാണ് എന്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല. ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വ അന അലാ അഹദിക വ വഅദിക, ഞാൻ നിന്റെ കരാറിന്റെ മേലും നിന്റെ വാഗ്ദാനത്തിന്റെ മേലുമാണ് റബ്ബേ. ഞാൻ നിന്നോട് കരാറ് ചെയ്തവനാ, നീ എന്നോട് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. പടച്ചവനെ,
ആ കരാറും വാഗ്ദാനവും അനുസരിച്ച് എന്റെ കഴിവിന്റെ പരമാവധി മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അതിൽ നിലകൊള്ളുന്നവനാ. അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്ത എല്ലാ ശർറിൽ നിന്നും. അബൂഉ ലക ബിനിഅമതിക അലയ്യ, പടച്ചവനേ നീ എനിക്ക് ചെയ്ത നിഅമത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നത്. വഅബൂഉ ലക ബിദംബി, ഞാൻ നിന്നോട് ചെയ്ത പാപങ്ങളും അതുകൊണ്ടാണ് നിന്നിലേക്ക് മടങ്ങുന്നത്. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് പുറത്തുകൊണ്ടാ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ മാത്രമാണ് പാപം പൊറുക്കുന്നവൻ റബ്ബേ. ഇത് കൻസും മിൻ കുനൂസിൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിലെ നിധിയാണ് എന്ന് മഹാന്മാർ ഉലമാ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പറയുന്നുണ്ട്. ഇസ്തിഗ്ഫാറുകളുടെ നേതാവാണ് ഈ ഇസ്തിഗ്ഫാറുകളുടെ നേതാവാണ്. പിന്നെ ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിലെ നിധിയാണ് ഏത്? ഈ ഇസ്തിഗ്ഫാർ. അതിന് കാരണം ലിഅന്നഹു ജാമിഉൻ ലിമആനി തൗബത്തി കുല്ലിഹാ, തൗബയുടെ എല്ലാ ആശയങ്ങളും അതിലുണ്ട്. തൗബയുടെ എല്ലാ അർത്ഥങ്ങളും എല്ലാ ആശയങ്ങളും അതിലുണ്ട്. എന്തൊക്കെയുണ്ട്? വഫീഹിൽ ഇഖ്റാറു ലില്ലാഹി വഹദഹു ബിൽ ഇലാഹിയത്തി വൽ ഉബൂദിയ്യ, അല്ലാഹുവാണ് ആരാധനക്കർഹൻ, അല്ലാഹുവാണ് ഇലാഹ് എന്ന ആ ഇഖ്റാർ, തൗഹീദ്, അത് സമ്മതം. അല്ലാഹുവേ അന്ത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അന്ത, പടച്ചവനെ നീ അല്ലാതെ എനിക്ക് ഇലാഹില്ല, നീ അല്ലാതെ എനിക്ക് നല്ല ആർക്കുമില്ല, ഒരു ഇലാഹുമില്ല, നീ മാത്രമാണ് ഇലാഹ്, നീയാണ് എന്റെ റബ്ബ്. ഇതാദ്യം ഇഖ്റാർ ഉറപ്പിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രഖ്യാപിക്കലാണ്. രണ്ട്, വൽ ഇഅ്തിറാഫു ബി അന്നഹുൽ ഖാലിഖ്, അല്ലാഹുവാണ് ഖാലിഖ് എന്ന അറിവ്. പടച്ചവനെ ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ പടച്ചത് റബ്ബേ. പിന്നെ വൽ ഇഖ്റാറു ബിൽ അഹ്ദി അല്ലദീ അഖദഹു അല്ലാഹു അലൈഹി, അവന്റെയും പിന്നെ ഇവന്റെയും ഇടയിൽ, അള്ളാന്റെയും അടിമയുടെയും ഇടയിലുള്ള കരാറ്. അതെന്താ? പടച്ചവനെ വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവനാ, ഞാൻ നിനക്ക് അടിമ വേല ചെയ്യുന്നവനാ. വ അന അലാ അഹദിക, ഞാൻ നിന്റെ കരാറിന്റെ മേലില്ല. വ വഅദിക, പടച്ചവനെ നിന്നോട് ഞാനും നീയും തമ്മിലുള്ള കരാറുണ്ട്. വ വഅദിക, നിന്റെ വാഗ്ദാനവുമുണ്ട്. മനസ്സിലായോ? അള്ളാന്റെ ഇങ്ങോട്ടുള്ള കരാർ എന്താ? എനിക്ക് ഇബാദത്ത് ചെയ്യണം. വാഗ്ദാനം എന്താ? ഇബാദത്ത് ചെയ്താൽ കൂലി തരാം, അല്ലേ? മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ആ കരാറിന്റെ മേലിലാണ്, ആ അഹദിന്റെയും വഅദിന്റെയും മേലിലാണ്. പടച്ചവനെ അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടാം. അതിലെന്തുണ്ട്? അപ്പോ അതിലെന്തുണ്ട്? പിന്നെ അർറജാഉ ബിമാ വഅദഹു ബിഹി, അള്ളാന്റെ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ ഉണ്ട്. പടച്ചവനെ നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, പുറത്തു തരാം, കൂലി തരാം, സ്വർഗം തരാം, അതിൽ റജാ ഉണ്ട്. വൽ ഇസ്തിആഅതു മിൻ ശർരി മാ ജനൽ അബ്ദു അലാ നഫ്സി, ഈ അടിമ ചെയ്ത തെറ്റിൽ നിന്ന് കാവൽ തേടുന്നുണ്ട്. എന്താണ്? അഊദു ബിക, നിന്നോട് കാവൽ തേടുന്നു. മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്ത തെറ്റുകളിൽ നിന്ന്. പിന്നെയോ വ ഇദാഫത്തു നുഅമായി ഇലാ മൗജൂദിഹാ ജല്ല ജലാലു വ ഇദാഫത്തു ദംബി ഇലാ നഫ്സിഹി. പിന്നെ എന്തുണ്ട്? പടച്ചവനെ അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് മടങ്ങാൻ, ഞാൻ നിന്നിലേക്ക് മടങ്ങാൻ. ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്ത നിഅമത്ത് കൊണ്ട്. വഅബൂലക, ഞാൻ നിന്നിലേക്ക് മടങ്ങാൻ. ബിദംബി, എന്റെ പാപം കൊണ്ട്. ഞാൻ നിന്നോട് അങ്ങോട്ട് പാപം ചെയ്തത്, നീ എനിക്ക് ഇങ്ങോട്ട് നിഅമത്ത് ചെയ്തു തന്നു. പടച്ചവനെ നീ എനിക്ക് ഇങ്ങോട്ട് നിഅമത്തുകൾ ചെയ്തു തന്നപ്പോ ഞാൻ നിനക്ക് അങ്ങോട്ട് പാപങ്ങളാ ചെയ്ത്, ധിക്കാറാ ചെയ്തത് റബ്ബേ. എന്നാലും ഞാൻ നിന്നിലേക്ക് മടങ്ങാണ്. ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു കൊണ്ടാ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പൊറുക്കുന്നവനില്ല. വഅ്തറാഫുഹു വറഗ്ബതുഹു ഫിൽ മഗ്ഫറ, മഗ്ഫറത്തിനുള്ള ആഗ്രഹം പറയുന്നുണ്ട്. വഅ്തറാഫുഹു ബി അന്നഹു ലാ യഖ്ദിറു അഹദുൻ അലാ ദാലിക, പാപം പൊറുക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന ബോധം അറിയുവനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, കൻസുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിലെ നിധി, ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിലെ നേതാവ്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. എപ്പോ? അവസാനമായപ്പോൾ മുത്തുനബിയുടെ ഇസ്തിഗ്ഫാർ കൂടി, മുത്തുനബിയുടെ തസ്ബീഹ് കൂടി, അള്ളാഹിന്റെ റസൂലിന്റെ ഇസ്തിഗ്ഫാർ തസ്ബീഹൊക്കെ കൂടി. നമ്മൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? വയസ്സന്മാര് തൗബ ചെയ്യേണ്ടെന്നല്ല. പിന്നെ എന്താ പറഞ്ഞു?
ചെറുപ്പക്കാരുടെ തൗബക്കാണ് ഫളല്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അസൂയ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞു പോയി അല്ലേ? നമുക്കൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ ചിന്തിക്കണം, കാരണം എൻ്റെ കുറേ നല്ല കാലം കഴിഞ്ഞു പോയി. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പക്ഷെ എന്നാലും ബേജാറാവണ്ട. ഇനിയും അള്ളാഹ് ഒരു സെക്കൻഡെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം തന്നാൽ, ഒരു മണിക്കൂർ തന്നാൽ ഉണ്ടെങ്കിൽ, ഇപ്പം മരിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ ആരും കൂടെ മരിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇപ്പൊ ഈ നിമിഷത്തിൽ ഇപ്പൊ ആരും മരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അവസാനം സമയമുണ്ട്, തൗബ ചെയ്യണം. വയസ്സന്മാര് പ്രത്യേകിച്ച് തൗബ ചെയ്യണം. വയസ്സന്മാർ കൂടുതൽ തൗബ ചെയ്യണം. വയസ്സന്മാർ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. മരണത്തോട് അടുക്കുന്തോറും ഇബാദത്തുകൾ കൂട്ടി വരാൻ ശ്രമിക്കണം. ചിലപ്പോൾ ആരോഗ്യം അനുവദിക്കൂല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്ത് ഇറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ മുത്തനബിക്ക് മനസ്സിലായി, പൂർത്തീകരണമാണ്, അവസാനമാണ്. ദഅവത്തിന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണമാണ്. കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞു. ഒരൊറ്റയാളെപ്പോലും വിളിച്ചപ്പോൾ വരാത്ത ദിവസങ്ങളുണ്ടായി, കഴിഞ്ഞുപോയി. ഇപ്പോഴോ ഇസ്ലാം ഫത്ഹായി, വിജയം വന്നു, അള്ളാന്റെ സഹായം വന്നു. നബിയെ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അല്ലാഹുവിൽ നിന്നുള്ള സഹായവും വിജയവും വന്നാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, പ്രത്യേകിച്ച് ശക്തമായ പരിശ്രമങ്ങളൊന്നുമില്ലാതെ തന്നെ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ അങ്ങോട്ട് ഇങ്ങനെ വരാ, ദീനിലേക്ക് വരാ, ആളുകൾ അങ്ങനെ കൂടാ. മുത്തുനബിയുടെ ദഅവത്ത് പൂർത്തിയായി, ലക്ഷ്യം കണ്ടു, ഫത്ഹുണ്ടായി, വിജയം വന്നു, ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടുകൂടെ വന്നു. മക്കം ഫത്ഹുണ്ടായി, മക്ക മുത്തുനബിയുടെ കീഴിലേക്ക് വന്നു. മദീനയുടെയും മക്കയുടെയും ഒക്കെ നായകനായി, റാഹത്തിലായി, വിജയക്കൊടി പാറി, വിജയിച്ചു, അധികാരം കിട്ടി, ഇസ്ലാം ഫത്ഹായി, വലിയ വിജയമുണ്ടായി. വലിയ വിജയമുണ്ടായാൽ നബിയെ നിങ്ങൾ പടക്കം പൊട്ടിച്ചോളിയും, നിങ്ങൾ പ്രകടനം നടത്തിക്കോളിയും, മുദ്രാവാക്യം വിളിച്ചോളിയും, സിന്ദാബാദ് വിളിച്ചോളിയും എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഈ വിജയവും ഈ ആഹ്ലാദവും ലക്ഷ്യത്തിലേക്കെത്തി, വിജയിച്ചു, റാഹത്തായി, സന്തോഷത്തിലായി. ആ സമയത്ത് നബിയെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ, നബിയെ തസ്ബീഹ് ചൊല്ലണം, തസ്ബീഹ് ഉണ്ടാവണം, അള്ളാഹനെ സ്തുതിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ, അള്ളാഹു പൊറുക്കുന്നവനാണ്. നബിയോടാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുകൊണ്ട് ഈ സൂറത്ത് ഇറങ്ങിയതോടുകൂടെ മുത്തുനബിയുടെ ഇസ്തിഗ്ഫാറിന്റെ എണ്ണം കൂട്ടി, ഒക്കെ ഇബാദത്തിന്റെ എണ്ണം കൂട്ടി, എല്ലാം കൂട്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഫഅഖദ ഫി അശദ്ദി മാ കാന ഫി ഇജ്തിഹാദി ഫി അംരിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിലുള്ള എല്ലാ കാര്യത്തിലും മുത്തുനബിയുടെ പരിശ്രമം കൂട്ടി. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഫി ആഖിരി അംരി ലാ യഖൂമു വലാ യഖഉദു വലാ യദ്ഹബു വലാ യജീഉ, മുത്തുനബി എഴുന്നേൽക്കുമ്പോ, ഇരിക്കുമ്പോ, നിൽക്കുമ്പോ, ഇരിക്കുമ്പോ, പോകുമ്പോ, വരുമ്പോ എപ്പോഴും ഇല്ലാ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി ധാരാളം ചൊല്ലിയിരുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്, തസ്ബീഹ്, അതേപോലെ തഹ്മീദ്, ഇസ്തിഗ്ഫാർ, മുത്തുനബി ധാരാളം 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 ചൊല്ലും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫദക്കർതു ദാലിക ലഹു, മുത്തുനബിയോട് ഞാൻ ചോദിച്ചു എന്താണിത്? അപ്പോൾ പറഞ്ഞു, ഇന്നി ഉമിർതു ബിദാലിക. ഉമ്മു സലമ, അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാന്റെ കൽപ്പനയാണ്, പടച്ചറബിന്റെ കൽപ്പനയാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. മുത്തുനബി ഇദാ ജാഅ നസ്റുല്ലാഹി ആ സൂറത്ത് ഓതി കൊടുത്തു ഉമ്മു സലമ ബീവിക്ക് റളിയല്ലാഹു അൻഹ. വകാന മിൻ ആദതിഹി, മുത്തുനബിയുടെ പതിവ് അൻ യഅതകിഫ ഫീ കുല്ലി ആമിൻ ഫീ റമളാൻ 10, എല്ലാ റമളാനിലും അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കല പള്ളിയിൽ. മുത്തുനബിയുടെ പതിവ് അങ്ങനെയാണ്. എങ്ങനെ? അവസാനത്തെ 10 മുഴുവൻ രാവും പകലും ഒക്കെ പള്ളിയിൽ തന്നെ ഇഅ്തികാഫാ, ഒക്കെ പള്ളിയിൽ തന്നെ ഇഅ്തികാഫിലെ പതിവ്. എന്നാൽ പിന്നെയോ വയുറദുൽ ഖുർആനു അലാ ജിബ്രീൽ അലൈഹിസ്സലാം മറത്തൻ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മേൽ ജിബ്രീലിന് റമളാനായാൽ ഒരു വട്ടം ഖുർആൻ മുഴുവൻ ഓതിക്കൊടുക്കും. അങ്ങനെയാണ് പതിവ്.
എന്നാൽ അവസാന കൊല്ലം ഫഅതഖഫ ഫീ ദാലിക്കൽ ആം, ആ കൊല്ലം ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്ത് ഇറങ്ങിയ കൊല്ലം മുത്ത് നബി 20 യൗമൻ 20 ദിവസം ഇഅ്തികാഫിരുന്നു. വഅറദൽ ഖുർആൻ മറത്തൈൻ, ജിബ്രീൽ അലൈഹിസ്സലാം 2 വട്ടം ഖുർആൻ ഓതി കൊടുത്തു. എല്ലാം ഇരട്ടിപ്പിച്ചു, എല്ലാ ഇബാദത്തും ഇരട്ടിപ്പിച്ചു. തസ്ബീഹും ഇസ്തിഗ്ഫാറൊക്കെ ഇങ്ങനെ മുത്ത് നബി കൂട്ടി. കാരണം അവസാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന്മാരെ, അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബു ഇലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഖബല അൻ തമൂതു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ്. വബാദിറു ബിൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങൾ നിങ്ങൾ ധാരാളം ചെയ്യണം, ഉളരി ചെയ്യണം. ഖബല അൻ തുശ്ഗലു, നിങ്ങളെ കൊണ്ട് ജോലിയാവുന്നതിന് മുമ്പ്. അല്ലേ? നിങ്ങളെ കടത്തും കുളിപ്പിക്കും, നിങ്ങളൊക്കെ ശരിയാക്കും. അതിനു മുമ്പ് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ അമൽ ചെയ്തോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ദുആയും ഇസ്തിഗ്ഫാറും അല്ലാഹു ഖബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഫലല്ല. അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ മിൻ ലഫ്ളത്തിൻ ബദറത് ഖാലഫ്തു മഅനാഹാ വകൈഫ അർജു ഇജാബത്തിദ് ദുആഇ വഖദ് സദത്തു ബിദ്ദംബി ഇൻദില്ലാഹി മജ്റാഹാ. ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ തേടാണ്. എന്തിന്? എന്താ ചെയ്ത തെറ്റ്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞു, അതാ തെറ്റ്. ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാം, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ തേടാ. എന്തിന്? മിൻ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് ഇല്ലേന്, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ്. ഞാനിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയതിന് ഞാൻ അല്ലാഹുവോട് അസ്തഗ്ഫിറുല്ലാഹ് ഇല്ലാണ്. കാരണം എന്താ? മിൻ ലഫ്ളത്തിൻ, അത് വെറുതെ ഒരു വാക്ക്. അങ്ങനെ മുട്ടിയിരിക്കണ ഇങ്ങനെ അന്തം വിട്ടിട്ട് കുലുങ്ങി ഇങ്ങനെ അന്തം വിട്ടിട്ട് എന്റെ ഖാലഫ്തു മാനഹ, അതിന്റെ അർത്ഥത്തോട് അല്ലേ? മനസ്സിലാകണ്ടോ? ഇങ്ങനെ ഒരുത്തനം കണ്ടേ ചിരിയിൽ കണ്ട് പൊടിച്ചു എന്നെ പിടിച്ചിട്ടേ, ഏജു ഒന്നും വിചാരിക്കരുത് കേട്ടോ, ജ് മാപ്പാക്കണം കേട്ടോ, പിന്നെയും കൊടുത്തു, മാപ്പാക്കണം കേട്ടോ, പിന്നെയും കൊടുത്തു. ഓനങ്ങനെ അടിക്കച്ച് പൊറുക്കണം കേട്ടോ, ജിന്നോ മാപ്പാക്കണം കേട്ടോ, പൊറുക്കണം കേട്ടോ, കൊടുക്കന്നെ. ഓനങ്ങനെ അടിക്കുക. എന്നിട്ട് ഓനോട് പറജോ ഒന്നും വിചാരിക്കരുതേ, എന്നോട് പൊറുക്കണം, മാപ്പാക്കണം, കൊടുക്കുക, പിന്നെയും മാപ്പാക്കണം എന്ന് പറയാം. ഇത് അള്ളാഹ്ക്കെതിരാണ്. ഇവന്റെ മനസ്സ് അള്ളാഹ്ക്കെതിരാ. തെറ്റിൽ നിന്ന് പിന്മാറിയിട്ടില്ല, മനസ്സിലും തെറ്റ് ചെയ്യുന്നതാണ്. പൊറുക്കണേന്ന് അള്ളാഹിനോട് ചോദിക്കുമ്പോ ഒരു തരിമ്പ് ഇഖ്ലാസില്ല, ഒരു തരിമ്പില്ല. അത് വെറുതെ പറയാം, നുണ പറയാം. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണെന്ന് നുണ പറയാം. അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു, ചില മഹാന്മാര് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറില്ല. ഇങ്ങനെ ചില മഹാന്മാര് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയല്ല. അവരെന്താ പറയാ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ, പഠിച്ചു എനിക്ക് പുറത്തുണ്ടെന്നാ പറയാം. ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്നാ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. ഞാനിപ്പോ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ശരിയാ, പ്രസംഗിക്കാണ്. നിങ്ങളിവിടെ പള്ളിക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാ അല്ലേ? പൊറുക്കലിനെ തേടുന്നു പറഞ്ഞാൽ ശരിയാവണ്ടേ? ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നു അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോ അത് ശരിയാവണ്ടേ? അപ്പൊ അത് പേടിച്ചിട്ട് വാക്ക് മാറ്റിയാലും പ്രശ്നമല്ല. അള്ളാഹുവേ എനിക്ക് പൊറുക്കണേ, അത് നുണയല്ലല്ലോ, അത് നുണയാവൂല.
മനസ്സിലായില്ല? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ നുണയാവും. അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ നുണയാവും. കാരണം ഇവൻ മനസ്സിലായില്ലെങ്കിൽ എന്നാ അള്ളാഹ് പൊറുക്കുക എന്ന് പറഞ്ഞാൽ നുണയല്ല. മനസ്സിലാകണ്ടോ? നുണയല്ല, അത് അള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാത്ത മഹാന്മാരുണ്ടായിരുന്നു പേടിച്ചിട്ട്. അവരതിന് പകരം എന്ത് ചൊല്ലും? റബ്ബി ഗുഫിർലി എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗുഫിർലി എന്നാണ് ചൊല്ലിയിരുന്നത്. ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് അർത്ഥമറിയാതെ വെറുതെ പറഞ്ഞതിന് ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക. അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമല്ല. ആത്മാർത്ഥമായ തൗബയ്ക്ക് സ്വീകാര്യതയുള്ളൂ. ഒരാൾ പറയാണ്, പടച്ചോനെ തൗബ ചെയ്യാ, പടച്ചോനെ റമദാനായപ്പോ തൗബ ചെയ്യാം, മൊയ്ലേര് പറഞ്ഞിക്കണു തൗബ ചെയ്യണമെന്ന്, മഗ്ഫിറത്തിന്റെ 10 പടച്ചോനെ പൊറുക്കണേ, റബ്ബി ഗുഫിർലി മാ അസബതു മിൻ ഫുലാനത്തിൻ, ഞാൻ വ്യഭിചരിച്ചവനാണല്ലാ, പൊറുക്കണേ അല്ലാ. അപ്പൊ അല്ല പറയും, ഇപ്പൊ യക്കൂലു ആയിക്കോട്ടെ ഞാൻ പുറത്തു തരാം, തഹവൽ അൻഹ, അവളിൽ നിന്ന് നീ മാറി, വ്യഭിചാരത്തിൽ നീ മാറി, ഇനി ഒരിക്കലും വ്യഭിചരിക്കൂലെങ്കിൽ ഗുഫറിലൊക്കെ നിനക്ക് ഞാൻ പുറത്തു തരാം. അല്ല ഇനി അമ്മാ ദുംത അലയ്യ മുഖീമൻ, ഇപ്പൊ റമദാനൊക്കെ 10 പൊറപ്പിച്ചു വന്നിട്ട് റമദാൻ കഴിഞ്ഞാൽ പിന്നെയും വ്യഭിചരിക്കണം തന്നെ എന്റെ മനസ്സിൽ, ഇനി വ്യഭിചരിക്കാൻ പോവോ, എന്നാൽ ലാ ഗുഫറിലൊക്കെ പുറത്തു തരൂല്ല. പടച്ചോനെ ഞാന് കൊലപാതകം നടത്തിയിട്ടുണ്ട്, പൊറുക്കണേ, ഞാന് ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, ചെറുതോ വലുതോ എന്തോ ആവട്ടെ, ആ തെറ്റ് ചെയ്തു ഈ തെറ്റ് ചെയ്തു, ഞാന് പിന്നെ ചീത്തയായ കാഴ്ചകൾ കണ്ടു, ചീത്തയായത് കേട്ടു, ഇനി ഞാൻ കേൾക്കൂല, ഇനി ഉറപ്പുണ്ടെങ്കിൽ. അല്ല തൽക്കാലം റമദാനായപ്പോ ടി വി ഓഫാക്കിക്കാണ്, ചാനലിന്റെ കണക്ഷനൊക്കെ ഒഴിവാക്കിക്കാണ്. റമദാനായപ്പോ മൊബൈൽ റീചാർജ് ഈ ഒരു മാസത്തേക്കില്ല, ഇന്റർനെറ്റ് റമദാൻ കഴിഞ്ഞിട്ട് കാണേണ്ടതൊക്കെ കാണാൻ. റമദാനായപ്പോ ഇന്റർനെറ്റ് റീചാർജ് ചെയ്തില്ല, ഞാൻ റമദാൻ കഴിഞ്ഞിട്ട് പെരുന്നാൾക്ക് 1-ാം പെരുന്നാൾ കഴിഞ്ഞ് ഓഫർ എന്തൊക്കെ നോക്കാം അല്ലേ. റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ നേർച്ചക്കടം തീർക്കാണെങ്കിൽ ബാക്കിയൊക്കെ, സിനിമക്കൊന്നും പോയിട്ടില്ല, റമദാൻ കഴിഞ്ഞിട്ട് പുതിയത് വരുമല്ലോ. റമദാനാണ് ഇപ്പൊ പറ്റൂല. റമദാനിൽ ഉള്ള അള്ള തന്നെയാണ് റമദാൻ കഴിഞ്ഞാലും. റമദാനിലെ അള്ള ഇങ്ങനെ കണ്ണും കാതൊക്കെ ഇങ്ങനെ തുറന്നിങ്ങനെ ഇരിക്കുക, റമദാൻ കഴിഞ്ഞാൽ അള്ള പോയി കിടന്നുറങ്ങണില്ല. റമദാൻ കഴിഞ്ഞാലും അള്ളുണ്ട്, റമദാൻ കഴിഞ്ഞാലും അള്ള കാണും, റമദാൻ കഴിഞ്ഞാലും അള്ള കേൾക്കും. റമദാനിൽ ഈ തെറ്റൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ അള്ള തന്നെയാണ് ശവ്വാലിലും ആ തെറ്റൊന്നും ചെയ്യരുത് എന്ന് പറയുന്നത്. റമദാൻ കഴിഞ്ഞാലും കള്ളുടിക്കരുത് എന്ന് പറയുന്നത് ആരെന്നെ? റമദാനിൽ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞ അള്ള തന്നെയാണ് ശവ്വാലിലും കള്ളുടിക്കരുത് പറഞ്ഞത്. റമദാനിൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ അള്ള തന്നെയാണ് റമദാൻ കഴിഞ്ഞാലും ശിക്ഷിക്കുമെന്ന് പറഞ്ഞത്. റമദാനിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞ അള്ള തന്നെയാണ് റമദാൻ കഴിഞ്ഞാൽ നിസ്കരിക്കണം എന്ന് പറയുന്നത്. അല്ലേ? അത് അള്ളാനെ പറ്റിക്കല. റമദാനെ കഴിയട്ടെ, 15 ദിവസം കൂടിയല്ലേ ഉള്ളൂ, 15 ദിവസം കഴിഞ്ഞ് കിട്ടിയാലോ, അല്ലേ? 15 ദിവസം കഴിഞ്ഞ് കിട്ടിയാലോ, ഇനി 15 ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് കാത്തിരിക്കുകയാണെങ്കിൽ ഇതൊന്നും അർത്ഥമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ തൗബ യഥാർത്ഥ തൗബയായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ, വലിയ സന്തോഷ വാർത്തകളുണ്ട്. അതായത് നമ്മളൊരു സ്വർണ്ണ പെട്ടി, അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശൈഖുനാ തിപ്പറ്റ് ഉസ്താദിനെ കൊണ്ട് നിർവഹിപ്പിച്ചു. ഇന്ന് മുതൽ നമ്മുടെ മഹല്ലിലെ വീടുകളിലേക്ക് ഇന്ന് രാവിലെ നേരത്തെ ഒരു 10-11 മണിക്കാണ് കുട്ടികൾ ഇവിടുന്ന് പോയത് വീടുകളിലേക്ക്. ഇന്ന് മുതൽ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയി മഹല്ലിലെ വീടുകളിലേക്ക് അത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് അത് എത്തിച്ച ഉടനെ തന്നെ 3 ആളുകൾ അത് അൽഹംദുലില്ലാ സ്വർണം ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഒരു പുലാക്കൽ അബ്ബാസ് സൺ ഓഫ് മമ്മി, അവരുടെ ഭാര്യ നബീസ എന്ന സഹോദരി, അതേപോലെ ആക്കപ്പറമ്പിൽ അബ്ദുൽ അസീസ്, അവർ ആ 2 വീടുകളിൽ നിന്ന് ആ സ്വർണ്ണപ്പെട്ടിയിൽ ഇവിടെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതിൽ കമ്മലും വളയും മോതിരമൊക്കെ ഉണ്ട്. ഒരു സഹോദരി കരിങ്ങനാട്ടിൽ നിന്ന് സ്വർണ്ണമോതിരം കൊടുത്തയച്ചിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, ആഖിറത്തിലെ രക്ഷക്കൊക്കെ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ വീടിന് വേണ്ടി, പടച്ച റബ്ബിന്റെ ഭവനത്തിന് വേണ്ടി നമ്മളും നമ്മുടെ കുടുംബങ്ങളും സഹോദരിമാരും ഒക്കെ ചെയ്യുന്ന സദഖകൾ, ദാനധർമ്മങ്ങൾ അൽഹംദുലില്ലാ വലിയൊരു നിഅമത്താണ്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. എൻ്റെ നാട്ടിൽ വല്ലപ്പുഴയിൽ കഴിഞ്ഞ ഏറെക്കുറെ 2 കൊല്ലമായിട്ടില്ല, ഒരു 1.5 കൊല്ലമായി പോലീസുകാരുടെ കയ്യിലുള്ള കണക്ക് പ്രകാരം ഏറെക്കുറെ
വല്ലപ്പുഴ പഞ്ചായത്തിൽ നിന്ന് മാത്രം 1.5 കൊല്ലത്തിന്റെ ഇടക്ക് 500-ലധികം പവൻ കട്ടുകൊണ്ടുപോയി. 500-ലധികം പവൻ കട്ടുകൊണ്ടുപോയി നമ്മുടെ വല്ലപ്പുഴ പഞ്ചായത്തിൽ. ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടക്ക് 500 പവനിലധികം കട്ടുകൊണ്ടുപോയി. ആരാണ് കൊണ്ടുപോയത്? അല്ലാഹു അലം. മുതല് പോയി. ജനല് തുറന്നിട്ട ജനലിൽ കൂടെ കൈയിട്ടിട്ട് കട്ടിലുമ്മ കിടക്കണ പെണ്ണുങ്ങളുടെയും തൊട്ടി കിടക്കണ കുട്ടികളുടെയും ചിലപ്പോൾ ഓട് പൊളിച്ചിറങ്ങിയിട്ട് പല രൂപത്തിൽ വീട്ടിന്റെ മുകളിൽ ടെറസിന്റെ മുകളിൽ കിടക്കണ റൂമെന്ന് പോലും മുകളിൽ കൂടെ പിന്നെ സൺസൈഡിൽ കൂടെ ഒക്കെ ചാടി കയറി ചെന്നിട്ട് ഉള്ളിൽ കൂടെ കൈയിട്ട്. നമ്മളൊരു സുഹൃത്തിന്റെ വീട്ടിൽ കയറി കൈയിട്ട് സുബൈന്റെ സമയത്താണ്. സുബൈന്റെ തൊട്ട് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റതാ. ഭാര്യയുണ്ട്, ഓനുണ്ട്. അങ്ങനെ ഭാര്യയുടെ കഴുത്തുന്ന മാല പൊട്ടിക്കാണ്. സുബൈന്റെ തൊട്ട് മുമ്പാ. ആ സമയത്ത് ഇവൻ എഴുന്നേറ്റിട്ടുണ്ട് തഹജ്ജുദൊക്കെ അനുസരിച്ച്, പിന്നെ ഒന്നിങ്ങനെ വെറുതെ കടന്നതാ. ആ സമയത്താണ് കൈയിട്ടിട്ട് പൊട്ടിക്കുന്നത്. അതില് ഈ പെരടെ മൂളുന്ന കയ്യുമ്മ പിടിച്ചു. പക്ഷെ അപ്പൊ മറ്റേ കൈ കൊണ്ട് ഇവൻ കള്ളൻ ബ്ലേഡ് വെച്ചു. എന്നിട്ട് പൊട്ടിച്ചു വലിച്ചു. പക്ഷെ സാധനം കിട്ടിയില്ല. മാല പൊട്ടി, കള്ളന് മുതൽ കിട്ടിയില്ല. കേച്ചിലായി നോക്കും അല്ലേ. പോയതാ പറഞ്ഞേ. 500-ലധികം പവൻ പോയി എന്നാണ് പോലീസുകാരത്ത് കേസ് കൊടുത്ത കണക്ക്. എന്തുണ്ടായി? 500 പവൻ ആൺകുട്ടികൾ കൊണ്ടുപോയി. ഇവനക്ക് ഉപകാരം ഉണ്ടായോ? ഇവൾക്ക് ഉപകാരം ഉണ്ടായോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഇപ്പൊ ഇതൊക്കെ കൂടെ പിന്നെ നിങ്ങളിപ്പോ പറയുന്നത് പള്ളിക്കൽക്കരണം പോലെ നടക്കാം നിങ്ങൾക്ക് അല്ലേ? രാത്രി വയലിന് പോകുമ്പോഴേ അപ്പൊ ഈ വയല് ഇപ്പൊ നല്ല സീസണാണല്ലോ. മൊയ്ലിയന്മാരാണ് വെച്ചാൽ ഇപ്പൊ ഈ പിരിവം മൊയ്ലിയന്മാർ കുറേ ഉണ്ട്. നല്ല പിരിവ് നടത്തണ മൊയ്ലിയന്മാര് കുറേ ഉണ്ട്. അവര് സ്വർണം പിന്നെ പൈസയൊക്കെ നല്ലോണം പിരിക്കണ കുറെ മൊയ്ലിയന്മാര്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ. ആ പിരിവൊക്കെ കാരണം കുറെ നല്ല കാര്യങ്ങൾ പള്ളികളും സ്ഥാപനങ്ങളൊക്കെ നടന്നു. അപ്പൊ ഒരു പെമ്പർന്നോള് പറഞ്ഞു വയലിന് പോകുമ്പോ കള്ളന്മാര് കുടിയിൽ വെച്ച് പോയാൽ കള്ളന്മാര് കൊണ്ടുപോയിച്ചിട്ട് കൗത്തിലിട്ട് പോയി. അപ്പൊ മാല വീട്ടിൽ വെച്ചാല് കള്ളന്മാര് കൊണ്ടുപോകുന്ന പേടിച്ചിട്ട് മാല കഴുത്തിലിട്ട് പോയി. വയലുങ്ങൾക്ക് പോയപ്പോ അത് മൊയിലര് കൊണ്ടുപോയി. മനസ്സിലായില്ല? എങ്ങനെ മാല വയലിന് പോകുമ്പോ ഇങ്ങനെ വിചാരിച്ചു, മാല ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെക്കണോ, അൽമറയിൽ വെക്കണോ, അതോ വിചാരിച്ചു. അഥവാ അൽമറയിൽ വെച്ചാൽ നമ്മൾ ആരുള്ളത് പെര പൂട്ടിപ്പോണതല്ലേ, കള്ളം കട്ടുണ്ടോയാലോ എന്ന് വിചാരിച്ചിട്ട് മാല കഴുത്തിലിട്ട് തന്നെ വയലുങ്ങൾക്ക് പോയി. മൊയിലേറെ വയലന്ന് കേട്ടപ്പോ അത് ഊരി കൊടുത്ത് മൊയിലേരെ കൊണ്ടുപോയി. അൽഹംദുലില്ലാ. അതൊരു തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും കള്ളം കൊണ്ടുപോയാൽ ഒരു കാര്യമില്ലാതായിപ്പോയി അല്ലേ? കള്ളം കൊണ്ടുപോയാൽ ഒരു കാര്യമില്ലാതായിപ്പോയി. കള്ളന് അതിന്റെ പേരിൽ ശിക്ഷയും കിട്ടും. നമ്മളുടെ ഈ ആഭരണം കാരണം കള്ളന് ശിക്ഷ കിട്ടും. ഞമ്മക്ക് നഷ്ടം പറ്റും. ഒരു ഉപകാരത്തിനും പറ്റില്ല. ഇതിനിപ്പോ മൊയിലേര് കൊണ്ടുപോയത് മൊയിലേരെ കുടിയിൽ കൊണ്ടുപോയതല്ലല്ലോ. അത് ഏതോ പള്ളിക്കോ അല്ലെങ്കിൽ മദ്രസക്കോ സ്ഥാപനത്തിനോ മൊയിലേര് വാങ്ങിച്ചതാണ്. വയത് പറഞ്ഞ് സ്വർഗത്തിൽ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. നിയ്യത്താണ് വലുത്, ഈമാനാണ് വലുത്. ഇത് മുത്തനബി പഠിപ്പിച്ച രീതിയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്ത്രീകളോട് നിങ്ങൾ ആഭരണങ്ങൾ കൊടുക്കണം. തസദ്ദഖ്ന വലൗ ബിഹുലിയികുന്ന. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പള്ളിയുടെ നിർമ്മാണം അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അത് സഹോദരിമാര് ഏറ്റെടുത്തു എന്നതിന്റെ അടയാളമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് കൊടുത്ത ഉടനെ തന്നെ അത് എത്തിച്ചു. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ സഹോദരിമാര് കൊടുത്തയക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ക്ലാസ്